ഗുഡ് ഈവനിങ്. എൻ്റെ പേര് രേവതി. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെറ്റ് ബോട്ടണി ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സീരീസിൻ്റെ യൂണിറ്റ് 2 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈ തന്നിരിക്കുന്ന പിക്ചറിൽ നിന്ന് തന്നെ യൂണിറ്റ് 2 ഏതൊക്കെ ടോപ്പിക്സ് വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ ടാക്സണമി, മോർഫോളജി, ഹിസ്റ്റോളജി അഥവാ അനാറ്റമി, റീപ്രൊഡക്റ്റീവ് ബോട്ടണി, എക്കണോമിക് ബോട്ടണി, എത്തനോ ബോട്ടണി, മൈക്രോ ടെക്നിക്സ്, ഈ ടോപ്പിക്സ് എല്ലാമാണ് യൂണിറ്റ് 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the first question is, identify the incorrect definitions. Okay, first, xenanthus, stamens fused at anthers and free at filaments. Second one is syngenesious, anthracium with united anthers. Third one is polyadelphous, filaments of the entire set of stamens of a flower fused to form 3 or more groups. And the last one is obdiplostemonous condition, which means stamens in two whorls, the outer alternating with the petals. ഈ തന്നിരിക്കുന്ന ഡെഫിനിഷനിൽ ഇൻകറക്റ്റ് ഡെഫിനിഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് 1 and 3 only correct. Second one is 2 and 3 only correct. Third one is 3 and 4 only are incorrect. And the last option is 1 and 4 only are incorrect. ഇതിൽ ഇൻകറക്റ്റ് ഡെഫിനിഷൻസ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അറിയാവുന്നവർ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. So the right answer is option D, 1 and 4 only are incorrect. ഇപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു 1ഉം 4ഉം. സിനാൻട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുക്കുർബിറ്റേസിയ ഫാമിലിയിലെ സ്റ്റേമൻസിന്റെ പ്രത്യേകതയാണ് സിനാൻട്രസ് സ്റ്റേമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് സിനാൻട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു സ്റ്റേമനില് നമുക്കറിയാം ഫിലമെന്റ്സും ഉണ്ട് ആന്തേഴ്സും ഉണ്ടെന്ന് അറിയാം. ഈ ആന്തേഴ്സും ഫിലമെന്റ്സും ഫ്യൂസ്ഡ് ആണെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ സിനാൻട്രസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. Is it clear? Filaments and anthers of all the stamens of a flower fused to form one bundle. Example, cucurbita. Is it clear? Next one is the obdiplostemonous condition. എന്താണ് obdiplostemonous condition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സപ്പോസ് ഒരു ഫ്ലവറില് 10 സ്റ്റേമൻസ് 10 സ്റ്റേമൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 10 സ്റ്റേമൻസിന്റെ അറേഞ്ച്മെന്റ് ദേ ആർ അറേഞ്ച് ഇൻ 2 വേൾഡ്സ്. 2 വേൾഡ്സിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് വിചാരിക്കാം. അതില് ഔട്ടർ വേൾഡ് ഇപ്പൊ 5+5 കണ്ടീഷൻ ആണെങ്കിൽ ഔട്ടർ 5 സ്റ്റേമൻസ് ലൈസ് ഓപ്പോസിറ്റ് ടു പെറ്റൽസ്. ആ കണ്ടീഷനെയാണ് ആന്റി പെറ്റാലസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. റൈറ്റ്? And the inner world 5 stamens ഉണ്ടെന്ന് വിചാരിക്കാം. If it lies alternate to petals, it is known as alternipetalous condition. ഇപ്പോൾ obdiplostemonous condition നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് റൂട്ടേസിയ ഫാമിലിയിലാണ്. അതുപോലെ ഗ്ലൈക്കോസ്മിസ്, ക്ലോറോസൈലോൺ എന്ന് പറയുന്ന പ്ലാന്റ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് obdiplostemonous condition ആണ്. Hope it is clear, right? സോ എല്ലാവരും ഈ തന്നിരിക്കുന്ന ഡയഗ്രാംസ് ഒന്ന് നോക്കാം. അതിൽ സിൻജിനേഷ്യസും സിനാൻട്രസും എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോസ്റ്റെമോണസ് കണ്ടീഷനും ഒബ്ഡിപ്ലോസ്റ്റെമോണസ് കണ്ടീഷനൊക്കെ എന്താന്ന് ജസ്റ്റ് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിനാൻട്രസ് കണ്ടീഷൻ ഏത് ഫാമിലിയിലാണ് വരുന്നത്? കുക്കുർബിറ്റേസേ. ഇതിന്റെ പ്രത്യേകത എന്താണ്? അതില് ആന്തേഴ്സും ഫിലമെന്റ്സും ഫ്യൂസ്ഡ് ആയിരിക്കും. ക്ലിയർ? സിൻജിനേഷ്യസ് കണ്ടീഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആസ്ട്രേസിയ ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് മെമ്പേഴ്സിനാണ്. ഫോർ എക്സാമ്പിൾ ട്രൈഡാക്സിലൊക്കെ നമുക്ക് സിൻജിനേഷ്യസ് കണ്ടീഷൻ കാണാൻ സാധിക്കും. അതിൽ എങ്ങനെയാണ് സ്റ്റേമൻസിന്റെ അറേഞ്ച്മെന്റ്? ആന്തേഴ്സ് ഇപ്പൊ 5 സ്റ്റേമൻസ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം ആന്തേഴ്സ് ഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ യുണൈറ്റഡ് ആയിരിക്കും. ക്ലിയർ? അതിന്റെ ഫിലമെന്റ്സ് ഫ്രീ ആയിരിക്കും. ആ കണ്ടീഷനെയാണ് നമ്മൾ സിൻജിനേഷ്യസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.
ഓക്കെ, ഇനി എന്താണ് ഒബ്ഡിപ്ലോസ്റ്റെമോണസ് കണ്ടീഷൻ? ഞാൻ പറഞ്ഞു ഒരു ഫ്ലവറിൽ 10 സ്റ്റേമൻസ് ഉണ്ടെങ്കിൽ അത് 5+5 കണ്ടീഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് the 10 stamens are arranged in 2 whorls. ആ വേൾഡ്സിലെ ഔട്ടർമോസ്റ്റ് വേൾഡിലെ സ്റ്റേമൻ എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് ലൈസ് ഓപ്പോസിറ്റ് ടു പെറ്റൽസ് and the inner wall of stamens lie alternate to petals. ആ കണ്ടീഷനെയാണ് നമ്മൾ ഒബ്ഡിപ്ലോസ്റ്റെമോണസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡിപ്ലോസ്റ്റെമോണസ് കണ്ടീഷൻ എന്തായിരിക്കും? അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഒരു ഫ്ലവറില് 10 സ്റ്റേമൻസ് ഉണ്ടെങ്കിൽ ഔട്ടർമോസ്റ്റ് വേൾഡിൽ കാണുന്ന സ്റ്റേമൻസ് ഇറ്റ് ലൈസ് ഓൾട്ടർനേറ്റ് ടു പെറ്റൽസ് ആൻഡ് ദ ഇന്നർ വേൾഡ് ഓഫ് സ്റ്റേമൻസ് ലൈ ഓപ്പോസിറ്റ് ടു പെറ്റൽസ്. ആ കണ്ടീഷനെയാണ് നമ്മൾ ഡിപ്ലോസ്റ്റെമോണസ് എന്ന് പറയുന്നത്. Hope it is clear. Okay, moving on to the next question. Next question is match column 1 with column 2 and select the correct option. Okay, അപ്പോൾ കോളം 1 നോക്കുക, കോളം 2 നോക്കുക, ഇത് ഏതാണ് കറക്റ്റ് മാച്ചിങ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, സോ കോളം 1 ഡൈഡിനാമസ് സ്റ്റേമൻ. ഓക്കെ, കോളം 1 ബി പെപ്പോ, then comes basal placentation, and then comes ruminate endosperm. On the right hand side, that means column 2 വരുന്ന ഫാമിലീസ് ആണ് Annonaceae, Lamiaceae, Cucurbitaceae, Astraceae. അപ്പോൾ എല്ലാവരും നോക്കുക, ഡൈഡിനാമസ് സ്റ്റേമൻ എന്താന്ന് അറിയുക. അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൈഡിനാമസ് സ്റ്റേമൻ ഏത് ഫാമിലിയുടെ പെക്യുലാരിറ്റി ആണ് നമുക്ക് ഡൈഡിനാമസ് സ്റ്റേമൻ കാണാൻ സാധിക്കുന്നത്? അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഓക്കെ, ഡൈഡിനാമസ് സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലവറിൽ 4 സ്റ്റേമൻസ് ഉണ്ടെങ്കിൽ ഒരു പെയർ അല്ലെങ്കിൽ 2 സ്റ്റേമൻസ് വലുതായിരിക്കും, 2 സ്റ്റേമൻസ് ചെറുതായിരിക്കും. അതിനെയാണ് ഡൈഡിനാമസ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അത് ഏത് ഫാമിലിയുടെ പെക്യുലാരിറ്റി ആണ്? അല്ലെങ്കിൽ ഏത് ഫാമിലിയിലാണ് നമുക്ക് ഡൈഡിനാമസ് സ്റ്റേമൻ കണ്ടീഷൻ കാണാൻ സാധിക്കുന്നത്? Anyone? Yes, it is the main typical feature of family Lamiaceae. Lamiaceae അതായത് ലുക്കാസാസ്പെറ, തുമ്പ ഇല്ലേ, തുമ്പയുടെ ബൈനോമിയൽ ആണ് ലുക്കാസാസ്പെറ. ലുക്കാസാസ്പെറ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 4 സ്റ്റേമൻസ് കാണാൻ സാധിക്കും. ആ 4 സ്റ്റേമൻസിൽ 2 ലോങ് ആയിരിക്കും, അല്ലെങ്കിൽ നീളം ഉണ്ടാവും, 2 ഷോർട്ട് ആയിരിക്കും. Is it clear? Next one is പെപ്പോ. പെപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ടിന്റെ പേരാണ് പെപ്പോ. ഇത് ഏത് ഫാമിലിയിലെ മെയിൻ ഫ്രൂട്ട് ആണ് പെപ്പോ എന്ന് പറയുന്നത്? The right answer is Cucurbitaceae. കുക്കുംബർ, ഫോർ എക്സാമ്പിൾ കുക്കുംബർ എടുത്ത് നോക്കൂ, അതിൽ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അതിൽ നമുക്ക് കുറെ സീഡ്സ് കാണാൻ സാധിക്കും, ഇല്ലേ? മെനി സീഡഡ് ഫ്രൂട്ട് ആണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത്. This seeds or this fruit is developed from one flower. Okay, it is developed from one flower having single ovary. മനസ്സിലായോ? ഒരു ഫ്ലവറിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ മെനി സീഡഡ് ഫ്രൂട്ട് പെപ്പോ എന്ന് പറയുന്നത് കുക്കുർബിറ്റേസിയ ഫാമിലിയുടെ ഒരു മെയിൻ സ്പെസിഫിക് ഫീച്ചർ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി പെപ്പോയില് നമുക്ക് റിൻഡ് കാണാൻ സാധിക്കും, ഇല്ലേ? ഒരു ടഫ് സ്ട്രക്ചർ അതിന്റെ പുറമേ ഉണ്ട്. അപ്പോൾ റിൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് ഇൻ ദ ഫ്രൂട്ട് നെയിം പെപ്പോ. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ ഇസ് ദി basal placentation. Have you heard about different types of placentation? ഇതിൽ വരുന്നതാണ് basal placentation. basal placentation ഏത് ഫാമിലിയുടെ പെക്യുലാരിറ്റി ആണ്? ഇറ്റ് ഈസ് എ മെയിൻ ഓർ ദ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് ദി ഫാമിലി Astraceae. ഓക്കെ, Astraceae അഥവാ കമ്പോസിറ്റ് ഫാമിലിയുടെ മെയിൻ പ്രത്യേകതയാണ് basal placentation എന്ന് പറയുന്നത്, ഇല്ലേ? എന്താണ് basal placentation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്ലസന്റ സീൻ അറ്റ് ദ ബേസ് ഓഫ് ദി ഓവറി. ഓവറിയുടെ ബേസിൽ പ്ലസന്റ കാണുന്നതിനെയാണ് നമ്മൾ basal placentation എന്ന് പറയുന്നത്, ഇല്ലേ? അവിടെ മോണോകാർപ്പലറി കണ്ടീഷൻ ആവാം ഓവറിയുടെ, അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി ആവാം. ബട്ട് ഇറ്റ്സ് ഹാവിംഗ് യൂണിലോക്കുലാർ ഓവറി വിത്ത് സിംഗിൾ ovule at the base is called basal placentation. Basal placentation is a typical feature of the family Asteraceae. Okay, a basal placentation Asteraceae ഫാമിലിയുടെ പെക്യുലാരിറ്റി ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദി റൂമിനേറ്റ് എൻഡോസ്പേം. നമ്മൾ പല തരത്തിലുള്ള എൻഡോസ്പേം പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? സെല്ലുലാർ എൻഡോസ്പേം ഉണ്ട്, ന്യൂക്ലിയർ എൻഡോസ്പേം ഉണ്ട്, ഹിലോബിയൽ എൻഡോസ്പേം ഉണ്ട്. അതുപോലെ ഒരു പെക്യുലാരിറ്റി ഉള്ളതാണ് റൂമിനേറ്റ് എൻഡോസ്പേം. റൂമിനേറ്റ് എൻഡോസ്പേം കാണുന്നത് ഏത് ഫാമിലിയിലാണ്? ആർക്കെങ്കിലും അറിയോ? The right answer is
അനോനേസിയ ഫാമിലിയിലാണ് നമുക്ക് റൂമിനേറ്റ് എൻഡോസ്പേം കാണാൻ സാധിക്കുന്നത്. സോ ഈ തന്നിരിക്കുന്നതിലെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? വിച്ച് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി. Okay, but didynamous stamen is the main feature or typical feature of Lamiaceae. Pepper fruit is the main feature of Cucurbitaceae. Basal placentation is found in Asteraceae. Ruminate endosperm is the typical feature of the family Annonaceae. Hope it is clear. Okay, അപ്പൊ അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഡൈഡനാമസ് സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 4 stamens 2 are long and 2 short. For example, Lucas aspera. Right. What is pepper? It is a fleshy, several seeded fruit that has developed from one flower, having a single ovary, which is divided into several carpels. It forms a rough or tough rind as it matures. Example, cucumber. Next one is basal placentation. It is a typical feature of the family Asteraceae. The placenta develops at the base of the ovary, wherein a single ovule is attached. Okay, it is having unilocular ovary, right? And the last one is ruminate endosperm. എന്താണ് ruminate endosperm എന്ന് പറയുന്നത്? ruminate endosperm എന്ന് പറയുന്നത് സീഡ് കോട്ട് എൻഡോസ്പേമിലേക്ക് കുറെ ഇൻഫോൾഡിങ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ruminate endosperm എന്ന് പറയുന്നത്. Is it clear? Okay, ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് ഡൈഡിനാമസ് സ്റ്റേമൻസും അതുപോലെ തന്നെ ടെട്രാ ഡൈഡിനാമസ് സ്റ്റേമൻസും കാണാൻ സാധിക്കും. ഡൈഡിനാമസ് ഇപ്പൊ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഫ്ലവറിൽ 4 സ്റ്റേമൻസ് ഉണ്ടെങ്കിൽ 2 എണ്ണം വലുതും 2 എണ്ണം ചെറുതുമാണെങ്കിൽ അതിനെയാണ് ഡൈഡിനാമസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെട്രാ ഡൈഡിനാമസ് സ്റ്റേമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 6 സ്റ്റേമൻസ് ഒരു ഫ്ലവറിൽ ഉണ്ടെങ്കിൽ 4 എണ്ണം വലുതും 2 എണ്ണം ചെറുതും ആയിരിക്കും. അതിനെയാണ് ടെട്രാ ഡൈഡിനാമസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? പെപ്പോ ഏത് ഫാമിലിയുടെ ഫ്രൂട്ട് ആണ്? കുക്കുർബിറ്റേസിയെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് കുക്കുംബർ എന്ന് പറയുന്നത്. Okay, fleshy ആണ്, many seeded fruit ആണ്. It is developed from a single flower having a single ovary. This ovary it is divided into many carpels, right? Next one is the basal placentation. It is a typical feature of the family Asteraceae. Okay, last തന്നിരിക്കുന്നത് അടക്കനട്ടിന്റെ, അതായത് അടക്കയുടെ എന്താണ് റൂമിനേറ്റ് എൻഡോസ്പം കാണിക്കുന്ന ഒരു പിക്ചർ ആണ് തന്നിരിക്കുന്നത്. റൂമിനേറ്റ് എൻഡോസ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് കോട്ട് ഞാൻ പറഞ്ഞു, കുറെ ഇൻഫോൾഡിങ്സ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ റിഡ്ജസ് ആൻഡ് ഫറോസ് പോലത്തെ സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ എൻഡോസ്പം ഈവൺ ആയിരിക്കില്ല. അതിനെയാണ് റൂമിനേറ്റ് എൻഡോസ്പം എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, which statements are correct regarding numerical taxonomy? പലതരത്തിലുള്ള ടാക്സോണമി സ്റ്റഡീസ് ഉണ്ട് അല്ലെ? ന്യൂമറിക്കൽ ടാക്സോണമി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് പറയാം. It is otherwise called phonetics. All characters are equally weighed. The taxonomic unit is called cladon. Michael Adamson is called the father of numerical taxonomy. Option A, all are correct. എല്ലാ സ്റ്റേറ്റ്മെന്റും തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന്. Option B, first, second and fourth are correct. Option C, second and third only are correct. And option D, second and fourth only are correct. ഇപ്പൊ ന്യൂമറിക്കൽ ടാക്സോണമി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ഫനറ്റിക്സ്. ന്യൂമറിക്കൽ ടാക്സോണമിയെ തന്നെയാണ് ഫനറ്റിക്സ് എന്നും പറയുന്നത്. ഓൾ ക്യാരക്ടേഴ്സ് ആർ ഈക്വലി വെയ്ഡ്. ദാറ്റ് മീൻസ് അതിൽ വരുന്ന നമ്മൾ ന്യൂമറിക്കൽ ടാക്സോണമി നോക്കാൻ നേരത്ത് എല്ലാ പ്ലാന്റ് ക്യാരക്ടേഴ്സിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതും കറക്റ്റ് ആണ്. The taxonomic unit is called cladon. Is it right? ശരിയാണോ? അല്ല, it's wrong. കാരണം എന്താണ്? ന്യൂമറിക്കൽ ടാക്സോണമില് ഓരോ ടാക്സോണമിക് യൂണിറ്റിനെയും നമ്മൾ വിളിക്കുന്നത് എന്താണ്? OTU അല്ലെ? ഓപ്പറേഷണൽ ടാക്സോണമിക് യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. ക്ലാഡോൺ എന്നല്ല, OTU otherwise operational taxonomic unit എന്നാണ് വിളിക്കുന്നത്. So the third statement is incorrect or wrong. Okay. Fourth statement, Michael Adamson is called the father of numerical taxonomy. It's correct. So which one is the right answer? Option B is the right answer. Hope it is clear. Okay. So option B is the right answer. That means numerical taxonomy is otherwise called phonetics. All characters are given equal importance. Michael Adamson is called the father of numerical taxonomy. Okay. Next, moving on to next question. Bisexual trimerous flowers with perianth in 2 or
three whorls of three. Many stamens arranged spirally, ovary superior, apocarpus, aggregate fruit is the characteristic features of dash. ഇവിടെ 4 ഫാമിലീസ് തന്നിട്ടുണ്ട്. ആസ്ട്രേസിയെ, റൂബിയേസിയെ, അപ്പോസൈനേസിയെ, അനോനേസിയെ. ഇതിൽ ഏത് ഫാമിലിയുടെ ഫീച്ചേഴ്സ് ആണ് ഞാനിപ്പോൾ വായിച്ചത്? ഓക്കെ, ബൈസെക്ഷൽ ആണ്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? A flower which is having both anthracium and gynoecium is termed as a bisexual flower. അല്ലെ? ഇനി ട്രൈമീറസ് ഫ്ലവർ. ട്രൈമീറസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? A flower having parts such as petals, sepals and stamens in a set of 3. Tri means 3. അല്ലെ? പെറ്റൽസ് 3 സ്റ്റേമൻസ് 3 അല്ലെങ്കിൽ സെപ്പൽസ് 3 ഇതിനെയാണ് നമ്മൾ ട്രൈമീറസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. വിത്ത് പെരിയാന്ത് ഇൻ 2 or 3 whorls. പെരിയാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി ഒരു ഫ്ലവറിന് എസെൻഷ്യൽ വേൾഡ്സും ഉണ്ട്, നോൺ എസെൻഷ്യൽ വേൾഡ്സും ഉണ്ട്. ഇല്ലേ? എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിന്റെ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറയുന്നത്. നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ പ്രൊട്ടക്ഷന് അല്ലെങ്കിൽ അട്രാക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ നോൺ എസെൻഷ്യൽ വേൾഡ്സ്. അത് റീപ്രൊഡക്ഷൻ സഹായിക്കാത്ത ഭാഗങ്ങളാണ്. ഇനി വാട്ട് യു മീൻ ബൈ പെരിയാന്ത്? പെരിയാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മൊണോക്കോഡ്സ് അഥവാ മൊണോക്ലമൈഡ് ഫ്ലവേഴ്സ്, മോണോക്ലമൈഡസ് ഫ്ലവേഴ്സിന്റെ ഒക്കെ പ്രത്യേകതയാണ് അതിന് ഒരു ആക്സസറി വേൾ ഉണ്ടാവും. ഇല്ലേ? ഇറ്റ് ഈസ് നൈദർ കാലിക്സ് നോർ കൊറോള. നമുക്ക് കാലിക്സ് ആണോ കൊറോള ആണോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ പെരിയാന്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലർ ഫാമിലിയുടെ പെരിയാന്ത് ഇറ്റ് ഈസ് ഇൻ 2 or 3 whorls. ഓക്കെ, ഒന്നെങ്കിൽ 2 whorls ആവാം അല്ലെങ്കിൽ 3 whorlsലായിരിക്കും പെരിയാന്ത് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മെനി സ്റ്റേമൻസ്. സ്റ്റേമൻസ് ഇൻഡെഫിനിറ്റ് ആണ്, ഒത്തിരി സ്റ്റേമൻസ് ഉണ്ടാവും. അറേഞ്ച് സ്പൈറലി. സ്റ്റേമൻസ് ആർ അറേഞ്ച് സ്പൈറലി. ഓക്കെ, ഓവറി സുപ്പീരിയർ. പൊസിഷൻ ഓഫ് ഓവറി എന്താണ്? സുപ്പീരിയർ ഓവറി ആണ്. അപ്പോകാർപ്പസ് കണ്ടീഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ പിസ്റ്റൽ കണ്ടീഷൻ ഓർ ഫ്രീ കാർപ്പൽ കണ്ടീഷനാണ് നമ്മൾ അപ്പോകാർപ്പസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് വിച്ച് ഇസ് ഡെവലപ്പ് ഫ്രം മൾട്ടിപ്പിൾ ഓവറീസ് ഓഫ് എ സിംഗിൾ ഫ്ലവർ. ഒരു സിംഗിൾ ഫ്ലവറിന്റെ മൾട്ടിപ്പിൾ ഓവറീസ് നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടിനെയാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. സോ ഈ ഫീച്ചേഴ്സ് എല്ലാം ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്? ഇസ് ഇറ്റ് ആസ്ട്രേസിയെ, റൂബിയേസിയെ, അപ്പോസൈനേസിയെ, അനോനേസിയെ? ഓവറി സുപ്പീരിയർ ആണെന്ന് പറയുന്നുണ്ട്. ഇല്ലേ? ആസ്ട്രേസിയിലും റൂബിയേസിലും എങ്ങനെയാണ് ഓവറി? എങ്ങനെയാണ്? ഇൻഫീരിയർ ആണ്. ഇല്ലേ? പെരിയാന്താണോ അവിടെ കാണുന്നത്? ഇല്ല, കാലിക്സും കൊറോളയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അപ്പോസൈനിയസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ അപ്പോകാർപ്പസ് ആവാം അല്ലെങ്കിൽ സിൻകാർപ്പസ് കണ്ടീഷൻ ഒക്കെ ആവാം. ഇല്ലേ? പക്ഷെ പെരിയാന്താണോ അവിടെ കാണുന്നത്? അല്ല. അപ്പൊ അനോനേസിയുടെ ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് അനോനേസി. അനോന വരുന്ന ഒരു ഫാമിലിയാണ് അനോനേസി എന്ന് പറയുന്നത്. പോളിയാൽത്തിയ ലോഞ്ചിഫോളിയ വരുന്നത് അനോനേസിയിലാണ്. കുറെ പ്ലാന്റ്സ് വരുന്നുണ്ട്. Is it clear? Next question is from reproductive botany. Unit 2 വരുന്ന വേറൊരു ഭാഗമാണ് reproductive botany എന്ന് പറയുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ ആണിത്. During fertilization in angiosperms, one male gamete fuses with the egg of 3-celled egg apparatus, which is called as dash. And the second male gamete fuses with 2 polar nuclei, which is called dash. And the overall process is called dash. ആർക്കെങ്കിലും ആൻസർ അറിയോ? ആൻജിയോസ്പേംസില് ഫെർട്ടിലൈസേഷന്റെ ഒരു യൂണീക് ഫീച്ചർ ആണ് എന്തെന്ന്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇല്ലേ? എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? നോർമലി യൂഷ്വലി ഒരു മെച്യൂർ എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട്? ഒരു എംബ്രിയോ സാക്കില് എഗ് അപ്പാരറ്റസ് കാണാൻ സാധിക്കും നമുക്ക്, ആന്റിപോഡൽ സെൽസ് കാണാൻ സാധിക്കും നമുക്ക്, അതുപോലെ തന്നെ സെൻട്രലിൽ നമുക്ക് 2 പോളാർ ന്യൂക്ലിയയും കാണാൻ സാധിക്കും. ഇല്ലേ? ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ ഇൻ ആൻജിയോസ്പേംസ്, വൺ മെയിൽ ഗമേറ്റ് ഫ്യൂസസ് വിത്ത് എഗ് ഓഫ് 3-celled egg apparatus. അതായത് ഓവ്യൂളിന്റെ മൈക്രോപൈലാർ റീജിയനിൽ നമുക്ക് 3-celled egg apparatus കാണാൻ സാധിക്കും. ഈ 3-celled egg apparatus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു എഗ് സെൽ ഉണ്ടാവും, 2 സിനർജിഡ്സും ഉണ്ടാവും. റൈറ്റ്? ഇനി അതിന്റെ ചലാസിലെന്റിലെ നമുക്ക് 3 ആന്റിപോഡൽ സെൽസും കാണാൻ സാധിക്കും. റൈറ്റ്? സെൻട്രലിൽ നമുക്ക് 2 പോളാർ ന്യൂക്ലിയയും കാണാൻ സാധിക്കും.
ഇവിടെ ക്വസ്റ്റ്യൻ, during fertilization in angiosperm, one male gamete fuses with the egg of three-celled apparatus. മൈക്രോപാലാർ റീജിയനിൽ കാണുന്ന എഗ് സെല്ലുമായിട്ട് ഒരു മെയിൽ ഗമേറ്റ് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഫ്യൂസ് ചെയ്യുന്നു. അതിനെ എന്താ വിളിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ സിൻഗമി. റൈറ്റ്. ഇനി രണ്ട് മെയിൽ ഗമേറ്റ്സ് ആണ് ഫെർട്ടിലൈസേഷന്റെ സമയമാകുമ്പോൾ എംബ്രിയോ സാക്കിന്റെ അടുത്തേക്ക് വരുന്നത്. സെക്കൻഡ് മെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്യുന്ന ആരായിട്ടാണ്? The second male gamete fuses with two polar nuclei, which is called dash. അതിനെന്താ വിളിക്കുന്നത്? Triple fusion. And the overall process is called dash. And the overall process is called double fertilization. So the right answer is option A. Clear? Understood? ഇപ്പൊ സിൻകമി എന്താണ്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. In synchrony, in angiosperms, one of the two male gametes fuses with the egg nucleus and form a diploid zygote. In triple fusion, it's a fusion that involves a sperm nucleus and two polar nuclei, which occurs in the double fertilization in a seed-bearing plant that result in endosperm formation. Double fertilization, in this process, one male gamete fuses with the egg to form zygote, which is known as synchrony, and the other male gamete fuses with the two polar nuclei, which is located at the center, to produce a triploid primary endosperm nucleus or pen. പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സമ്മറൈസ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു എംബ്രിയോസാക്ക് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എംബ്രിയോസാക്ക് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ ഉണ്ടാവും? മൈക്രോപാലാർ റീജിയനിൽ നമുക്ക് ത്രീ സെൽഡ് എഗ് അപ്പാരറ്റസ് കാണാൻ സാധിക്കും. ചലാസൽ റീജിയനിൽ നമുക്ക് 3 ആന്റിപോഡൽ സെൽസ് കാണാൻ സാധിക്കും. സെൻട്രൽ റീജിയനിൽ നമുക്ക് 2 പോളാർ ന്യൂക്ലിയയും കാണാൻ സാധിക്കും. ക്ലിയർ? ഇപ്പൊ സിൻകമി എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻകമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെയിൽ ഗമേറ്റില് ഒരു മെയിൽ ഗമേറ്റ് ഒരു എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സിൻകമി എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി രണ്ട് മെയിൽ ഗമേറ്റ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. മറ്റേ മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ. എന്നിട്ട് അതിൽ നിന്നും പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഫോം ചെയ്യും. റൈറ്റ്. അതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? 2 പോളാർ ന്യൂക്ലിയസ് ഉണ്ട്, അത് കൂടാതെ ഒരു മെയിൽ ഗമേറ്റിന്റെ ന്യൂക്ലിയസും ഉണ്ട്. ക്ലിയർ? അപ്പോ ഇനി ആ സൈഗോട്ടിൽ നിന്ന് ലേറ്റർ എന്താണ് ഉണ്ടായി വരുന്നത്? സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യും. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസിൽ നിന്നും ഈ എംബ്രിയോക്ക് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻഡോസ്പെർമും ഡെവലപ്പ് ചെയ്യും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ. Moving on to the next question. The major ingredient of the cinnamon leaf oil. സിനമന്റെ ഇൻഗ്രീഡിയന്റ് അല്ല ചോദിച്ചിരിക്കുന്നത്. സിനമൻ ലീഫ് ഓയിലിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ്? സിനമൻ ലീഫ് ഓയിലിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? Is it cinnamaldehyde? Is it eugenol? Is it cinnamon alcohol or thymol? എന്താണ് കറക്റ്റ് ആൻസർ? The right answer is option B. That is eugenol. Eugenol is the main component present in the cinnamon leaf oil. Hope it is clear. Okay. Next question. Match the technical term with the binomial. Okay. First one, gynobasic style. Second one, apocarpus pistil. Third one, Cypsella. Fourth one, Hesperidium. And on the right side, first one is Polyalthia longifolia. Second one, Helianthus anus. Third one, Citrus sinensis. And fourth one, Lucas aspera. ഗൈനോബേസിക് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിലെ ഏത് പ്ലാന്റിൽ കാണുന്ന ഫീച്ചറാണ്? എന്താണ് ഗൈനോബേസിക് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോർമലി നമുക്കറിയാം ഓവറിയുടെ എപ്പിക്കൽ പോർഷനിൽ നിന്നാണ് ഓവറിയുടെ എപ്പിക്കൽ പോർഷനിൽ നിന്നാണ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഗൈനോബേസിക് സ്റ്റൈൽ എന്ന് പറയുന്നത് സ്റ്റൈൽ ഇഫ് ഇറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം ദി ബേസ് ഓഫ് ദി ഓവറി. മനസ്സിലായോ? ഒന്നെങ്കിൽ ഓവറിയുടെ ബേസ് അല്ലെങ്കിൽ ലാറ്ററൽ സൈഡിൽ നിന്നാണ് സ്റ്റൈല് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഗൈനോബേസിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഗൈനോബേസിക് സ്റ്റൈല് ലാമിയേസിയുടെ ഒരു പെക്യൂലാരിറ്റി ആണ്. ക്ലിയർ? ഇപ്പൊ ലാമിയേസിൽ വരുന്ന ഏത് പ്ലാന്റ് ആണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ആർക്കെങ്കിലും അറിയോ? വിച്ച് വൺ ഇസ് ദ റൈറ്റ് ആൻസർ? ഇറ്റ് ഈസ് ലൂക്കാസ് ആസ്പെറ. ഓക്കെ. ഇപ്പൊ നമ്മൾ ലൂക്കാസ് ആസ്പെറയെ കുറിച്ച് ഇപ്പൊ 2 കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്ത് പോയായിരുന്നു, അല്ലേ?
ഓർക്കുണ്ടോ എല്ലാവരും? So gynobasic style is found in Lucas aspera. Next one is apocarpus pistil. Apocarpus pistil എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫ്രീ ആയിട്ടിരിക്കുന്ന പിസ്റ്റിലിനെ നമ്മൾ അപ്പോകാർപ്പസ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. അത് ഏത് പ്ലാന്റിന്റെ മെയിൻ ഫീച്ചർ ആണ്? അത് അനോനിയസി ഫാമിലിയുടെ ഒരു പെക്യുലാരിറ്റി ആണ്. അനോനിയസിൽ വരുന്ന ഒരു പ്ലാന്റ് മെമ്പർ ആണ് പോളി ആൽത്തിയ ലോഞ്ചിഫോളിയ എന്ന് പറയുന്നത്. അല്ലെ, പോളി ആൽത്തിയ എന്ന് പറയുന്നത് എന്താണ്? അരണമരത്തെയാണ് നമ്മൾ പോളി ആൽത്തിയ ലോഞ്ചിഫോളിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ അപ്പോകാർപ്പസ് പിസ്റ്റിൽ കാണുന്നത് പോളി ആൽത്തിയ ലോഞ്ചിഫോളിയയിലാണ്. റൈറ്റ്. ഇനി സിപ്സെല്ല. സിപ്സെല്ല എന്ന് പറയുന്ന ഇതൊരു ഫ്രൂട്ട് ആണ്. അത് ഏത് ഫാമിലിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക? സിപ്സെല്ല ബൈകാർപ്പലറി സിൻകാർപ്പസ് ഇൻഫീരിയർ ഓവറിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ സീഡഡ് ഡ്രൈ ഫ്രൂട്ടിനെയാണ് നമ്മൾ സിപ്സെല്ല എന്ന് വിളിക്കുന്നത്, ഇല്ലേ? അത് ഏത് ഫാമിലിയുടെ പെക്യുലാരിറ്റി ആണെന്ന് അറിയോ ആർക്കെങ്കിലും? ആസ്ട്രേസിയ ഫാമിലിയുടെ പെക്യുലാരിറ്റി ആണ് സിപ്സെല്ല ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആസ്ട്രേസിയ ഫാമിലി വരുന്ന ഒരു മെമ്പർ ആണ് ഹെലിയാന്തസ് അനസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹെസ്പെറഡിയം. ഹെസ്പെറഡിയം എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടിന്റെ പേരാണ്, ഇല്ലേ? കുറെ ചേമ്പേഴ്സ് ഉള്ള ഫ്ലഷി ഫ്രൂട്ട് ആണ് ഈ ഹെസ്പെറഡിയം എന്ന് പറയുന്നത്. Which is developed from syncarpus multicarpellary multilocular superior ovary. ഇല്ലേ? അതിൽ എങ്ങനെയാണ് സീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ സിട്രസ്, നമ്മുടെ നാരങ്ങ, ചെറുനാരങ്ങ, അതൊന്ന് മുറിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൽ സീഡ്സ് എവിടെയാ ഇരിക്കുന്നത്? സെൻട്രൽ പൊസിഷനിലാണ്. അപ്പൊ സീഡ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ആക്സൈൽ പ്ലാസന്റേഷൻ. റൈറ്റ്. അപ്പൊ അതിനാണ് ഹെസ്പെറിഡിയം ഫ്രൂട്ട് എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ ഇസ് സിട്രസ് സൈനൻസിസ്. ഹെസ്പെറിഡിയം ഫ്രൂട്ട് കാണുന്നത് സിട്രസിലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഗൈനോബേസിക് സ്റ്റൈൽ, ലുക്കാസ് ആസ്പെറ, അപ്പോകാർപ്പസ് പിസ്റ്റിൽ എന്ന് പറയുന്നത് പോളിയാത്തിയ ലോഞ്ചിഫോളിയ, സിപ്സെല്ല എന്ന് പറയുന്നത് ഹെലിയാന്തസ് ആനസ്, ഹെസ്പെറിഡിയം സിട്രസ് സൈനൻസിസ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അല്ലേ? ഓപ്ഷൻ സി അല്ലേ കറക്റ്റ് ആൻസർ വരുന്നത്? ഓക്കെ, ഇതെന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഗൈനോബേസിക് സ്റ്റൈൽ ഇസ് ദ സ്റ്റൈൽ ഓഫ് ദി ഫ്ലവർ വിച്ച് അറൈസസ് ഫ്രം പാർട്സ് അതർ ദാൻ എപ്പിക്കൽ പാർട്ട് ഓഫ് ദി ഓവറി. Okay, apocarpus pistil means a flower that contains separate pistils is termed as apocarpus. Cypsella എന്ന് പറയുന്നത് എന്താണ്? It's a small single seeded dry fruit, right? Developed from bicarpellary syncarpus inferior ovary. Okay, inferior ovary കാണുന്ന ഒരു ഫാമിലിയാണ് ആസ്ട്രേസിയ എന്ന് പറയുന്നത്. ഹെസ്പെറിഡിയം എന്ന് പറയുന്നത് എന്താണ്? These fruits have several chambered fleshy fruits which develop from syncarpus multicarpellary multilocular superior ovary having seeds on the axial placentation. The mesocarp and the epicarp together form the rind. Hesperidium is a characteristic fruit of the family Rutaceae. Okay, Rutaceae വരുന്നതാണ് സിട്രസ് ഒക്കെ. അപ്പോൾ അതിന്റെ മെയിൻ ഫ്രൂട്ട് ആണ് ഹെസ്പെറിഡിയം എന്ന് പറയുന്നത്. Okay, next question. Match the inflorescence with the correct description. പലതരത്തിലുള്ള ഇൻഫ്ലോറസൻസിന്റെ പേരാണ് കോളം 1 മെൻഷൻ ചെയ്തിരിക്കുന്നത്. അമ്പൽ, ഹൈപ്പാന്തോഡിയം, കോറിംബ്, സയാത്യം. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഇത് കറക്റ്റ് ചെയ്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, മെയിൽ ഫ്ലവേഴ്സ് represented by stalk stamens. Peduncle is modified into a pear-shaped structure. Flowers with stalk of equal length. Older and younger leaves have stalk of different length. അമ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by അമ്പൽ? It's a type of racemose inflorescence, അല്ലെ? Racemose inflorescenceൽ വരുന്നതാണ് അമ്പൽ എന്ന് പറയുന്നത്. എപ്പിയേസിയെ അഥവാ അമ്പലിഫറെ എന്ന് പറയുന്ന ഫാമിലിയിലെ ഇൻഫ്ലോറസൻസ് ആണ് അമ്പൽ എന്ന് പറയുന്നത്, അല്ലേ? മല്ലി, അതുപോലെ തന്നെ ഫെറുള സഫിറ്റഡ, ഇതിലൊക്കെ കാണുന്നത് അമ്പൽ ഇൻഫ്ലോറസൻസ് ആണ്, അല്ലേ? അമ്പൽ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പിടങ്ങളുടെ ആക്സിസിൽ കുറെ ബ്രാക്സ് ഉണ്ടാവും. ആ ബ്രാക്സിൽ നിന്ന് കുറെ പെഡിസിലേറ്റ് ഫ്ലവേഴ്സ് അറൈസ് ചെയ്യും. ഈ പെഡിസിലേറ്റ് ഫ്ലവറിന്റെ പെഡിസിലിന്റെ ലെങ്ത് എല്ലാം ഈക്വൽ ലെങ്തിലായിരിക്കും അമ്പലിൽ കാണാൻ സാധിക്കുക. മനസ്സിലായോ? അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ പറയാവോ? അമ്പൽ, ഫ്ലവേഴ്സ് വിത്ത് സ്റ്റോക്ക് ഓഫ് ഈക്വൽ ലെങ്ത്. നെക്സ്റ്റ് വൺ ഇസ് ഹൈപ്പാന്തോഡിയം. ഹൈപ്പാന്തോഡിയം എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് കാറ്റഗറിയിൽ വരുന്ന ഇൻഫ്ലോറസൻസ് ഏത് പ്ലാന്റിലാണ് കാണുന്നത്? ആർക്കെങ്കിലും അറിയോ?
The right answer is ficus. അല്ലേ? ഹൈപ്പാന്തോഡിയം എന്ന് പറയുന്നത് പിഡങ്കള് ഒരു ഫ്ലാസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ഒരു പിയർ ഷേപ്പ് സ്ട്രക്ചറിലേക്ക് മോഡിഫൈ ചെയ്യും. അല്ലേ? അതിന് ഒരു റിസെപ്റ്റക്കിൾ ഉണ്ട്. ആ റിസെപ്റ്റക്കിളിന്റെ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഓസ്റ്റിയോൾ എന്ന് വിളിക്കുന്നത്. ഈ ഓസ്റ്റിയോളിന് കുറെ ഹെയർസും ഉണ്ടാവും. ഇല്ലേ? പിന്നെ എന്താ കാണാൻ സാധിക്കും? നമുക്ക് അതില് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ന്യൂട്രൽ അഥവാ സ്റ്റിറൈൽ ഫ്ലവേഴ്സും കാണാൻ സാധിക്കും. ഈ മെയിൽ ഫ്ലവേഴ്സ് കാണാൻ സാധിക്കുന്നത് ഹൈപ്പാന്തോഡിയം എന്ന് പറയുന്ന ഇൻഫ്ലോറസൻസിന്റെ ഓസ്റ്റിയോളിനോട് അടുത്തായിരിക്കും നമുക്ക് മെയിൽ ഫ്ലവേഴ്സ് കാണാൻ സാധിക്കുക. ഈ സ്റ്റിറൈൽ ഫ്ലവേഴ്സ് ഹൈപ്പാന്തോഡിയം ആ സ്ട്രക്ചറിന്റെ സെൻട്രൽ പോർഷനിലായിട്ടായിരിക്കും നമുക്ക് സ്റ്റിറൈൽ ഫ്ലവേഴ്സ് കാണാൻ സാധിക്കാം. ഇനി ഫീമെയിൽ ഫ്ലവേഴ്സ് കാണാൻ സാധിക്കുന്നത് അതിന്റെ ബേസിലായിരിക്കും. Many small sessile unisexual flowers were arranged inside the receptacle. Clear? ഇനി കോറിംബ്. കോറിംബ് എന്ന് പറയുന്ന ഇൻഫ്ലോറസൻസ് ഏത് പ്ലാന്റിലാണ് കാണാൻ സാധിക്കുന്നത്? ഹാവ് യു ഹേർഡ് അബൌട്ട് സെസാൽപീനിയ പൾച്ചറിമ? രാജമല്ലി. അല്ലെ? രാജമല്ലിയിൽ കാണുന്ന ഏത് ഇൻഫ്ലോറസൻസ് ആണ്? കോറിംബ് ആണ്. അല്ലെ? കോറിംബ് എന്ന് പറയുന്നത് ഒരു റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. അല്ലെ? അതിന്റെ എന്താ പ്രത്യേകത? എന്താ? അതിന്റെ പിഡങ്കള് വളരെ ഷോർട്ട് ആയിരിക്കും. ഇനി അതിന്റെ പെഡിസിൽസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കോറിംബ് ഇൻഫ്ലോറസൻസില് നമുക്ക് ഓൾഡസ്റ്റ് ഫ്ലവേഴ്സ് ഹാവ് ലോങ്ങർ പെഡിസിൽ ആൻഡ് ദ യങ്ങസ്റ്റ് ഫ്ലവേഴ്സ് ഹാവ് ഷോർട്ടസ്റ്റ് പെഡിസിൽസ്. അല്ലേ? അപ്പോൾ അത് ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഏതാണ്? പറയൂ. ഓപ്ഷൻ കോറിംബ് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വരുന്നത് എന്താണ്? ഓൾഡർ ആൻഡ് യങ്ങർ ലീവ്സ് ഹാവ് സ്റ്റോക്ക് ഓഫ് ഡിഫറെന്റ് ലെങ്ത്. ഞാനിപ്പോ പറഞ്ഞില്ലേ, കോറിംബില് പെഡിസിലേറ്റ് ഫ്ലവേഴ്സ് ആണ്. ഈ പെഡിസിലിന്റെ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും. മെച്ചുർ ആയിട്ടുള്ള ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പെഡിസിലിന്റെ ലെങ്ത് അത് ലോങ്ങസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നീളം കൂടുതലായിരിക്കും. ക്ലിയർ? യങ്ങർ ഫ്ലവേഴ്സിന്റെ പെഡിസിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഷോർട്ടർ, അല്ലെങ്കിൽ ചെറുതായിരിക്കും കമ്പാരിറ്റീവ്ലി. റൈറ്റ്. നെക്സ്റ്റ് ടൈപ്പ് ഇസ് ദി സയാത്യം ഇൻഫ്ലോറസൻസ്. എന്താണ് സയാത്യം ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്? അത് ഏത് ഫാമിലിയുടെ പെക്യുലാർ ഇൻഫ്ലോറസൻസ് ആണ് ഈ സയാത്യം എന്ന് പറയുന്നത്? ഹാവ് യു ഹേർഡ് അബൌട്ട് യൂഫോർബിയേസിയെ? യൂഫോർബിയേസി എന്ന് പറയുന്ന ഫാമിലിയുടെ ടൈപ്പ് ജീനസ് ആണ് യൂഫോർബിയ എന്ന് പറയുന്നത്. യൂഫോർബിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സയാത്യം ഇൻഫ്ലോറസൻസ് ആണ്. ഇല്ലേ? അല്ല എങ്ങനെയാണ്? ബ്രാക്സ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഇൻവല്യൂക്കർ ഫോം ചെയ്തിട്ടുണ്ട്. ഇല്ലേ? പിടങ്ങളൊക്കെ വളരെ റെഡ്യൂസ്ഡ് ഫോമിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊരു സിംഗിൾ ഫീമെയിൽ ഫ്ലവർ ഉണ്ടാവും. അത് അതിന്റെ സ്റ്റോക്കിന് ലെങ്ത് നീളം കൂടുതലായിരിക്കും. ഇല്ലേ? ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നത് നേക്കഡ് ആണ്. ഇല്ലേ? ഞാൻ ചുറ്റും എന്ത് കാണാൻ സാധിക്കും? നമുക്ക് മെയിൽ ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. മെയിൽ ഫ്ലവേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഷോർട്ട് സ്റ്റോക്ക്ഡ് ആൻഡ് നേക്കഡ്. ക്ലിയർ? ആൻഡ് ഈച്ച് ഓഫ് ദം ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ് ടു സ്റ്റേമൻ. That is the case of Cyathum. For Cyathum D, option 1, male flowers represented by stalk stamens. Clear? ഇപ്പോൾ ഓപ്ഷനിൽ ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ഏതാണ് റൈറ്റ് ആൻസർ തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. കോറിംബ്, സൈം, അമ്പലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. കോറിംബ് എന്ന് പറയുന്നത് സെസാൽപീനിയയിൽ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സെസാൽപീനിയയിൽ എങ്ങനെയാണ്? മെച്ചുർ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ഫ്ലവേഴ്സിന്റെ പെഡ്സിലെ നീളം നോക്കിക്കേ, നീളം കൂടുതലല്ലേ? യങ്ങസ്റ്റ് ഫ്ലവർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടോ സെൻട്രൽ പോർഷനിൽ? അവിടെ പെഡ്സിലെ നീളം എങ്ങനെയാണ്? കമ്പാരറ്റീവ്ലി ചെറുതല്ലേ? ഷോർട്ടസ്റ്റ് അല്ലേ? അതിനെയാണ് നമ്മൾ കോറിംബ്. എന്നിട്ട് ഇത് മെച്ചുർ ആവുമ്പോൾ എല്ലാം ഒരേ പ്ലെയിനിൽ തന്നെ വരും. അണ്ടർസ്റ്റുഡ്? അതിനെയാണ് കോറിംബ് എന്ന് പറയുന്നത്. ഇവിടെ അമ്പല് കാണിച്ചിട്ടുണ്ട്. അമ്പലിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു പിഡങ്കിൾ ഉണ്ടാവും. പിഡങ്കിളിന്റെ ആക്സിലായിട്ട് നമുക്ക് കുറെ ബ്രാക്സ് ഉണ്ടാവും. ബ്രാക്റ്റിന്റെ മുകളിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? പെഡിസിലേറ്റ് ഫ്ലവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിന്റെ കേസിൽ എല്ലാ പെഡിസലിനും ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഏതിന്റെ കേസിൽ? അമ്പലിന്റെ കേസിൽ. അമ്പൽ ഇൻഫ്ലോറസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പിയേസിയെ അഥവാ അമ്പലിഫെറെ എന്ന് പറയുന്ന ഫാമിലിയിലാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഫൈക്കസിൽ കാണാൻ സാധിക്കുന്നത് ഏത് ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണ്? ഇറ്റ് ഈസ് ഹൈപ്പാന്തോഡിയം. പിഡങ്കിൾ ഫ്ലാഷ് ഷേപ്പ് അല്ലെങ്കിൽ പിയർ ഷേപ്ഡ് എന്ന് പറയാം. ഇതില് എന്താണ്? ഫ്ലഷ് റെസെപ്റ്റക്കിൾ ഉണ്ട്. ഇതിനൊരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. അതിനാണ് ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. അല്ലേ? അത് കൂടാതെ ഈ റിസെപ്റ്റക്കിളിന്റെ ഇന്നർ വോൾസിൽ നമുക്ക് 3 ടൈപ്പ് ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും അതുപോലെ സ്റ്റിറൈൽ ഫ്ലവേഴ്സും ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ദി സയാത്യം ഇൻഫ്ലോറസൻസ്. സയാത്യം എന്ന് പറയുന്നത് യുഫോർബിയ എന്ന് പറയുന്ന ജീനസിന്റെ മെയിൻ ഇൻഫ്ലോറസൻസ് ആണ് സയാത്യം എന്ന് പറയുന്നത്. ഇവിടെ ബ്രാക്സ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഇൻവല്യൂക്കർ ഫോം ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഒരു സ്റ്റോക്ക്ഡ് ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് സ്റ്റോക്കുള്ള ഒരു ഫീമെയിൽ ഫ്ലവർ കാണാൻ സാധിക്കും. അത് കൂടാതെ മെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും.
സ്റ്റാമിനേറ്റ് ഫ്ലവർ ഉണ്ടാവും. അതുപോലെ നെക്ടർ സെക്രേറ്റിംഗ് ഗ്ലാൻഡും നമുക്ക് സയാത്യം ഇൻഫ്ലോറസൻസിൽ വിസിബിൾ ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റഡി ഓഫ് പോളൻ ആൻഡ് സ്പോർസ് ഫൗണ്ട് ഇൻ ഹണി ഇസ് കോൾഡ് ഡാഷ്. ഇത് പാലിനോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് പോളൻ ആൻഡ് സ്പോർസ് എന്തെന്നാണ് നമ്മൾ വിളിക്കുന്നത്? പോളനെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ പാലിനോളജി എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യം സ്റ്റഡി ഓഫ് പോളൻ ആൻഡ് സ്പോർസ് ഫൗണ്ട് ഇൻ ഹണി. Is it melisopalinology, meopalinology, cretinopalinology, succinopalinology? Which one is the right answer? The right answer is melisopalinology. The study of pollen and spores found inside the honey is termed as the melisopalinology. Who is known as the Indian palinologist, father of Indian palinology? Aran Mario. It is PKK നായർ. ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. പരമേശ്വരൻ കൃഷ്ണൻകുട്ടി നായർ is known as the father of Indian palinology. Okay, moving on to next question. അടുത്ത ക്വസ്റ്റ്യൻ ഒരു റിപ്രൊഡക്റ്റീവ് ബോട്ടണി എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Pick out the apomixis in which megaspore mother cell undergoes the usual meiotic divisions and a haploid embryo sac is formed. The new embryo may then arise either from the egg or from some other cell of the gametophyte. ഏതാണ് കറക്റ്റ് ആൻസർ? നോൺ റെക്കറന്റ് അപ്പോമിക്സിസ്, റെക്കറന്റ് അപ്പോമിക്സിസ്, വെജിറ്റേറ്റീവ് അപ്പോമിക്സിസ്, സ്പോറോഫൈറ്റിക് അപ്പോമിക്സിസ്. ഏതാണ് കറക്റ്റ് ആൻസർ? എനിവൺ? ഇഫ് യു നോ ദ ആൻസർ ജസ്റ്റ് കമന്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? The right answer is non-recurrent apomixis. Okay, have you heard about megasporogenesis? കേട്ടിട്ടുണ്ടോ? എന്താണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ഡെവലപ്മെന്റ് ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോയിങ് റിഡക്ഷൻ, ഡിവിഷൻ ഓർ മിയോസിസ്. അല്ലെ, അതിനെയാണ് നമ്മൾ മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നോൺ റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. ഓക്കെ, ഈ മെഗാസ്പോർ മദർ സെല്ലില് മിയോസിസ് അഥവാ റിഡക്ഷൻ, ഡിവിഷൻ നടക്കാൻ നേരത്ത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർസ് ഫോം ചെയ്യും. ഈ മെഗാസ്പോർസിൽ നിന്നാണ് ലേറ്റർ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എംബ്രിയോസാക്കിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചു ഇല്ലേ? എന്തൊക്കെയുണ്ട്? 3 സെൽഡ് എഗ് അപ്പാരറ്റസ് ഉണ്ടാവും ഒരു മെച്ചൂർ എംബ്രിയോസാക്കിൽ. അത് കൂടാതെ ആന്റിപോഡൽ സെൽസ് ഉണ്ടാവും, സെൻട്രൽ പോളാർ ന്യൂക്ലിയ ഉണ്ടാവും. ഓക്കെ, ഈ എഗ് അപ്പാരറ്റസിന്റെ അവിടെ കാണുന്ന എക്സെല്ലുമായിട്ട് ലേറ്റർ മെയിൽ ഗമേറ്റ് ഫ്യൂസ് ചെയ്തതിന് ശേഷം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ടിൽ നിന്നും ഡിപ്ലോയിഡ് ആയിട്ടുള്ള എംബ്രിയോ ഫോം ചെയ്യും. ഇതാണ് നോർമൽ കേസ്. ഇനി നോൺ റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ദി എംബ്രിയോ ഫ്രം ആൻ അൺഫെർട്ടിലൈസ്ഡ് എഗ്. അതായത് എഗ്ഗിൽ നിന്നും ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോൺ റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. Is it clear? മനസ്സിലായോ എന്താണെന്ന്? ഓക്കെ, എംബ്രിയോസാക്കില് എക്സെൽ അപ്പാരറ്റസിന്റെ അവിടെ ഒരു എക്സെൽ ഉണ്ടല്ലോ. നോർമൽ കേസിൽ ഞാൻ പറഞ്ഞു ആ എക്സെല്ലും ഒരു മെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യും, ഡിപ്ലോയിഡ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യും. അതിനുശേഷമാണ് ഡിപ്ലോയിഡ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ നോൺ റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സെല്ല് മെയിൽ ഗമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യില്ല. ഈ എക്സെല്ലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ എംബ്രിയോ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഹാപ്ലോയിഡ് ഇൻ നേച്ചർ. ക്ലിയർ? അതിനെയാണ് നോൺ റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി നെക്സ്റ്റ് വൺ, റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാസ്പോർ മദർ സെൽ അഥവാ ഏതെങ്കിലും ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നും ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. So in this type of apomixis, the embryo sac develop from the diploid egg mother cell or from some other diploid cells of the embryo sac without fertilization. Is it clear? ഇപ്പൊ ഡിഫറൻസ് രണ്ടും മനസ്സിലായില്ലേ? നോൺ റെക്കറന്റ് എന്താണ്, റെക്കറന്റ് എന്താണ്? റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ നിന്നും ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ്
റെക്കറന്റ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ക്ലിയർ. നെക്സ്റ്റ് വൺ ഇസ് സ്പോറോഫൈറ്റിക് അപ്പോമിക്സിസ്. എന്താണ് സ്പോറോഫൈറ്റിക് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്? അതിനെ തന്നെയാണ് അഡ്വെന്റീവ് എംബ്രിയോണി എന്നും പറയുന്നത്. ദാറ്റ് മീൻസ് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഫ്രം ന്യൂസെല്ലസ് ഓർ ഇന്റഗ്മെന്റ്സ്. ന്യൂസെല്ലസ് എന്നൊക്കെ പറയുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണ് അല്ലെ, ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ലെവൽ നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിൽ നിന്നും എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പോറോഫൈറ്റിക് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. സ്പോറോഫൈറ്റിക് അപ്പോമിക്സിസ് is also referred to as adventitious embryony, and it's a process in which embryo arises directly from the nucellus or the integument of the ovule. Clear? Next question, ഈ ക്വസ്റ്റ്യൻ മൈക്രോടെക്നിക്കിൽ നിന്നാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിക്സിംഗ് റിയേജന്റ് കണ്ടെയ്ൻസ് ഓസ്മിയം ടെട്രോക്സൈഡ്? ഇതിൽ ഏത് ഫിക്സിംഗ് റിയേജന്റിലാണ് ഓസ്മിയം ടെട്രോക്സൈഡ് എന്ന് പറയുന്ന കമ്പണന്റ് ഉള്ളത്? ഓക്കെ, ഇസ് ഇറ്റ് FAA, ഫ്ലാമിംഗ്സ് ഫ്ലൂയിഡ്, കാർനോയിസ് ഫ്ലൂയിഡ്, FAD? ഏതാണ് കറക്റ്റ് ആൻസർ? The right answer is ഫ്ലാമിംഗ്സ് ഫ്ലൂയിഡ്. ഫ്ലാമിംഗ്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ സ്റ്റെയിൻ ആണ്. അതായത് ക്രോമോസോം എല്ലാം സ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഫിക്സിംഗ് ഏജന്റ് ആണ് ഈ ഫ്ലാമിംഗ്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ക്രോമിക് ആസിഡ്, ഓസ്മിയം ടെട്രോക്സൈഡ്, അസറ്റിക് ആസിഡ് ആൻഡ് ഡിസ്റ്റിൽ വാട്ടർ. ക്ലിയർ? So Fleming's fluid is an excellent cytoplasmic and chromosomal fixative. Moving on to the next question. Compare the ovule with appropriate characteristic features. Okay, on the left hand side is given Campylotropous, Amphitropous, Hemianatropous, Circinotropous, and on the right hand side it's given the description. Ovule is curved, micropyle is directed towards the surface of origin, chalaza is situated at right angles to the funicle, nucellus and integument lie more or less right angle to the funiculus, ovule curvature is more prominent and embryo sac is horseshoe shaped, funicle is very long and form a complete circle around the ovule. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓവ്യൂൾസ് പഠിക്കാനുണ്ട് അല്ലേ? ബേസിക്കലി 6 തരത്തിലുള്ള ഓവ്യൂൾസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ ഉണ്ട്, അനാട്രോപ്പസ് ഓവ്യൂൾ ഉണ്ട്, കാമ്പൈലോട്രോപ്പസ് ഓവ്യൂൾ ഉണ്ട്, ആംഫിട്രോപ്പസ് ഓവ്യൂൾ ഉണ്ട്, ഹെമി അനാട്രോപ്പസ് ഓവ്യൂൾ ഉണ്ട്, സെർസിനോട്രോപ്പസ് ഓവ്യൂൾ ഉണ്ട്. ഇതിൽ 4 എണ്ണമാണ് മെൻഷൻ ചെയ്തേക്കണേ. ഇതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ഏതാണ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ എന്നറിയോ? The right answer is option C. Okay, എല്ലാവരും തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കാം. ഫസ്റ്റ് വൺ ഇസ് Campylotropous ovule. Campylotropous ovuleന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതായത് ഓവ്യൂളിന്റെ ബോഡി എങ്ങനെയായിരിക്കുന്നത്? ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി കേർവ്ഡ് അല്ലെ, കേർവ് ചെയ്തായിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫ്യൂണിക്കിൾ. എന്താണ് ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? The ovule, it is attached to the ovary അല്ലെ, അല്ലെങ്കിൽ പ്ലസന്റ ബൈ മീൻസ് ഓഫ് എ സ്റ്റോക്ക്. ഒരു സ്റ്റോക്കിന്റെ സഹായത്തോടെയാണ് ഈ ഒവ്യൂള് പ്ലസന്റയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റോക്കിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ അതിൽ ബോഡി ഓഫ് ഒവ്യൂൾ ഉണ്ട്. അതിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് സെൻട്രൽ പോർഷനിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? എംബ്രിയോ സാക്ക് ഉണ്ടാവും ഇല്ലേ? അത് കൂടാതെ എന്തൊക്കെയുണ്ട്? ആർക്കെങ്കിലും അറിയോ? നമുക്ക് മൈക്രോപൈലർ റീജിയൻ കാണാൻ സാധിക്കും, ന്യൂസെല്ലസ് കാണാൻ സാധിക്കും, ഇന്റഗ്മെന്റ്സ് എല്ലാം കാണാൻ സാധിക്കും, ചലാസൽ റീജിയൻ ഒക്കെ കാണാൻ സാധിക്കും ഇല്ലേ? അപ്പൊ കാമ്പൈലോട്രോപ്പസ് ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ ബോഡി ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി കർവ്ഡ് ആൻഡ് ഇറ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി ഫ്യൂണിക്കുലസ്. ഓക്കെ, ഇവിടെ മൈക്രോപൈലും ചലാസയും സ്ട്രെയിറ്റ് ലൈനിലാണോ ഇരിക്കുന്നത്? ചലാസ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ഒവ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഇന്റഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റഗ്മെന്റ്സിന്റെ അവിടെ കാണുന്ന ചെറിയ ഓപ്പണിങ്ങിനെയാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ചലാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒവ്യൂളിന്റെ ബേസൽ പോർഷനെയാണ് നമ്മൾ ചലാസ എന്ന് പറയുന്നത്. എന്റെ ക്വസ്റ്റ്യൻ, കാമ്പൈലോട്രോപ്പസ് ഒവ്യൂളില് മൈക്രോപൈലും ചലാസയും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണോ കാണാൻ സാധിക്കുന്നത്? അല്ല. Micropyle and chalaza are not in straight line. The case of Campylotropous ovule. Okay. Funiculusum, chalasayum എങ്ങനെയിരിക്കുന്നത്? ഫ്യൂണിക്കിളും ചലാസയും ദ ലൈസ് റൈറ്റ് ആംഗിൾ അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ Campylotropous ovule പ്രത്യേകത എന്താണ്? ബോഡി ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി കർവ്ഡ്
and it is placed at right angle to the funiculus. Micropyle and chalaza, they are not in straight line. ഒരൊറ്റ സ്ട്രൈറ്റ് ലൈനിലല്ല അതിരിക്കുന്നത്. ഇനി ഫ്യൂണിക്കിളും ചലാസ എങ്ങനെ ഇരിക്കുന്നത്? ഒവ്യൂളിന്റെ ബേസൽ പോർഷനെയാണ് നമ്മൾ ചലാസ എന്ന് വിളിക്കുന്നത്. ഫ്യൂണിക്കിളും ചലാസയും റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലറിലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ആ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാണ്. ഓക്കെ, സോ ഇത് ഏതൊക്കെ ഫാമിലീസിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്? ഈ കമ്പാലോട്രോപ്പസ് ഒവ്യൂൾ നമുക്ക് ഏതൊക്കെ ഫാമിലീസിലാണ് കാണാൻ സാധിക്കുക? ലെഗുമിനോസെ ഫാമിലിയിൽ നമുക്ക് കമ്പാലോട്രോപ്പസ് ഒവ്യൂൾ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ക്രൂസിഫറെ, കപ്പാരഡേസെ ഫാമിലിയിലെല്ലാം നമുക്ക് കമ്പാലോട്രോപ്പസ് ഒവ്യൂൾ ആണ് കാണാൻ സാധിക്കുക. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് വൺ ഇസ് ആംഫിട്രോപ്പസ്. ആംഫിട്രോപ്പസ് ഒവ്യൂളിന്റെ മെയിൻ ഫീച്ചർ എന്താണ്? അതിന്റെ എംബ്രിയോസാക് ഒന്ന് നോക്കുക. അത് ഏത് ഷേപ്പിലായിരിക്കുന്നത്? ഹോർഷൂ ഷേപ്പ്. ഹോർഷൂ ഷേപ്പിലായിരിക്കും ആംഫിട്രോപ്പസ് ഒവ്യൂളില് എംബ്രിയോസാക് ഇരിക്കുന്നത്. ഇത്ര മനസ്സിലാക്കി വെക്കുക. ക്ലിയർ. നെക്സ്റ്റ് വൺ ഇസ് സിർസിനോട്രോപ്പസ് ഒവ്യൂൾ. ആംഫിട്രോപ്പസിന്റെ തൊട്ട് അടുത്ത് കാണുന്ന ഡയഗ്രാമാണ് സിർസിനോട്രോപ്പസ് എന്ന് പറയുന്നത്. അതിൽ എന്താ സംഭവിക്കുന്നത്? അതായത് ഒരു ഒവ്യൂൾ ഇനീഷ്യലി അത് ഓർത്തോട്രോപ്പസ് ആയിരിക്കും, അതായത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് അത് 360 ഡിഗ്രി ആംഗിളിൽ തിരികെയാണ് ചെയ്യുന്നത്. ഒരു വശത്തേക്ക് മാത്രമാണ് സിർസിനോട്രോപ്പസ് ഒവ്യൂളിന്റെ ഗ്രോത്ത് നടക്കുന്നത്. അതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോ സിർസിനോട്രോപ്പസിന്റെ പ്രത്യേകതയാണ് ഫ്യൂണിക്കിളിന്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും സിർസിനോട്രോപ്പസിൽ. ഓക്കെ, ഇനീഷ്യലി അത് ഓർത്തോട്രോപ്പസ് ആയിരിക്കും, പിന്നെ യൂണിലാറ്ററൽ ഗ്രോത്ത് നടന്നിട്ട് ഒരു 360 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇത് ഏത് ഫാമിലിയുടെ പെക്യുലാരിറ്റിയാണ് സിർസിനോട്രോപ്പസ് ഒവ്യൂള്? പ്ലംബാജിനേസിയ ഫാമിലിയില്, കാക്ടേസിയ ഫാമിലിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിർസിനോട്രോപ്പസ് ഒവ്യൂൾ ആണ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് വൺ ഇസ് ഹെമി അനാട്രോപ്പസ് ഒവ്യൂൾ. ആ മുകളിൽ കാണിച്ചിരിക്കുന്ന ആ ഡയഗ്രം ഒന്ന് നോക്കൂ. ഹെമി അനാട്രോപ്പസ് അതെങ്ങനെയായിരിക്കുന്നത്? ആ ഒവ്യൂള് ഫ്യൂണിക്കിളും തമ്മിൽ 90 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത് ഇല്ലേ? അതായത് മൈക്രോപൈൽ, ആ മാർക്ക് ചെയ്ത പോർഷൻസ് ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. മൈക്രോപൈല്, ന്യൂസെല്ലസ്, ചലാസ, എംബ്രിയോസാക് ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈനിലാണ് ഇരിക്കുന്നത് ഇല്ലേ? ഈ ബോഡി ഓഫ് ദ ഒവ്യൂളും ഫ്യൂണിക്കിളും പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുക. അതിനെയാണ് ഹെമി അനാട്രോപ്പസ് ഒവ്യൂൾ എന്ന് പറയുന്നത്. Is it clear? So the body of the ovule is half inverted and it lies at right angle to the funicle. അല്ലേ? ബോഡി ഓഫ് ദ ഒവ്യൂൾ എന്ന് പറയുന്നത് ഈ മൈക്രോപൈലും ന്യൂസെല്ലസും എംബ്രിയോസാക്കും ചലാസയൊക്കെ ഉൾപ്പെടുന്നതിനെ നമ്മൾ ബോഡി ഓഫ് ദി ഒവ്യൂൾ എന്ന് പറയുന്നത്. അതെല്ലാം ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒവ്യൂൾ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ പ്ലസന്റ ബൈ മീൻസ് ഓഫ് എ സ്റ്റോക്ക്. ആ സ്റ്റോക്കിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. റൈറ്റ്? ആ ഫ്യൂണിക്കിളും ഈ ബോഡി ഓഫ് ദ ഒവ്യൂൾ എങ്ങനെ ഇരിക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിളിലല്ലേ ഇരിക്കുന്നത്. സോ അങ്ങനത്തെ ഒവ്യൂളിനെയാണ് നമ്മൾ ഹെമി അനാട്രോപ്പസ് ഒവ്യൂൾ എന്ന് പറയുന്നത്. അത് റനൻകുലേസിയെ എന്ന് പറയുന്ന ഫാമിലിയുടെ കാണുന്ന ഒവ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹെമി അനാട്രോപ്പസ് ടൈപ്പ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് എക്കണോമിക് ബോട്ടണി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ് തന്നിട്ടുണ്ട്, അതിന്റെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബൈനോമിയൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും ഇല്ലേ? മേക്ക് ദ കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് വിത്ത് ദ ബൈനോമിയൽ. മെയ്സ് എന്ന് പറയുന്ന അരലാണ്. അരൽ. ഓക്കെ, അത് ഏതിലാ കാണുന്നത്? ഏത് പ്ലാന്റിലാ കാണുന്ന? ജാതി ഇല്ലേ? ജാതിക്കാന്ന് പറയൂലേ? നട്ട്മഗ് എന്ന് പറയൂലേ? നട്ട്മഗില് റെഡ് കളറിലെ പോർഷൻ കാണൂലേ? അതാണ് മെയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നട്ട്മഗിന്റെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ബൈനോമിയൽ എന്താണ്? ഇറ്റ് ഇസ് മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് അല്ലേ? മെറിസ്റ്റിക്കേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സോയ്ബീൻ. സോയ്ബീൻ എന്ന് പറയുന്നത് സോയാബീൻ തന്നെയാണ്. ഓക്കെ, സോയ്ബീന്റെ സയന്റിഫിക് നെയിം എന്താണ്? റൈറ്റ് ആൻസർ ഇസ് ഗ്ലൈസീൻ മാക്സ്. ഓക്കെ, അപ്പോ എല്ലാ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിന്റെയും ബൈനോമിയല്, അതുപോലെ തന്നെ ഫാമിലി, അതുപോലെ തന്നെ യൂസ്ഫുൾ പാർട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് റോസ് വുഡ്. റോസ് വുഡ് എന്ന് പറയുമ്പോൾ ഒരു ടിംപർ yielding പ്ലാന്റിന് എക്സാമ്പിൾ ആണ് ഈ റോസ് വുഡ് എന്ന് പറയുന്നത്. അതിന്റെ ബൈനോമിയൽ എന്താണ്? ഇറ്റ് ഇസ് കോൾഡ് ഡാൽബർജിയ ലാറ്റിഫോളിയ. ഓക്കെ, ഡാൽബർജിയ ലാറ്റിഫോളിയ. ഓക്കെ, ടൊമാറ്റോയുടെ സയന്റിഫിക് നെയിം എന്താണ്? ലൈക്കോ പെർസിക്കോൺ എസ്കുലന്റം. എന്താണ്? ലൈക്കോ പെർസിക്കോൺ എസ്കുലന്റം. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വിച്ച് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, next question. The color of annatto belongs to the dash category. The color of annatto belongs to the dash category. Have you heard about a plant named annatto? annatto ne കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് സെറ്റിന്റെ ബോട്ടണി സിലബസിൽ ഡൈ ഈൽഡിങ്
എന്ന് പറയുന്ന എക്കണോമിക് ബോട്ടണി പോർഷനിൽ വരുന്നതാണ് അന്നാറ്റോ എന്ന് പറയുന്ന പ്ലാന്റ്. അന്നാറ്റോ കൂടാതെ ഇൻഡിഗോഫെറ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലൗസോണിയ ഇനർമിക്സ്, ഹെന്നയും വരുന്നുണ്ട്. അത് കൂടാതെ തേർഡ് പ്ലാന്റ് ആണ് അന്നാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അന്നാറ്റോയുടെ സയന്റിഫിക് നെയിം ആണ് ബിക്സ ഓറിലാന. ഓക്കെ, ബിക്സ ഓറിലാന. ഈ അന്നാറ്റോയിൽ നിന്ന്, അന്നാറ്റോയുടെ സീഡ്സിൽ നിന്നും ഓറഞ്ച് റെഡ് ഡൈ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സോ ഏത് കാറ്റഗറിയിലായിരിക്കും അത് വരുന്നത്? belongs to the category carotenoids. Okay, so the color of annatto, it belongs to the carotenoid category. Clear? ഇതാണ് അന്നാറ്റോയുടെ സീഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, so annatto is an orange red condiment and food coloring derived from the seeds of the ackiote tree Bixa orilana. Okay, next question, which of the following is not true about secondary growth in Dracena? Okay, തന്നിരിക്കുന്ന ഫീച്ചേഴ്സിൽ which one is not true? Not true ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാം. First one is, it is associated with extrastellar cambial ring in the cortex. Cambial activity is anomalous. Secondary vascular bundles are concentrically arranged. Core cambium activity is abnormal. Okay, it is not true about secondary growth in Dracena. വായിച്ചു എല്ലാവരും? The correct answer is option D. Core cambium activity is abnormal എന്നാണ് കൊടുത്തിരിക്കുന്നത്. It's not true. Core cambium activity is normal. Okay, so core cambium activity is abnormal എന്നുള്ളതാണ് ആ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ. Anomalous secondary thickening in Dracena. In Dracena, secondary growth is due to extrastellar cambial ring in a monocot stem at the cortex, abnormal activity of cambium, and concentrically arranged secondary vascular bundles. Okay, moving on to next question. Formaldehyde, ethanol, methanol, picric acid are dash, while nigrosin and ethane ink are dash. ഇത് മൈക്രോടെക്നിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫോർമാൽഡിഹൈഡ് ഒക്കെ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? ഇവിടെ പ്ലാന്റ്സ് ഒക്കെ പ്രിസർവ് ചെയ്ത് ഫോർമാലിനെ വെക്കാറില്ലേ? അപ്പൊ അതൊക്കെ എന്തെന്നാണ്? അതൊരു ഫിക്സിംഗ് ഏജന്റ് ആണ്. അപ്പൊ ഫോർമാൽഡിഹൈഡ്, എത്തനോൾ, മെത്തനോൾ, പിക്രിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്, അസറ്റിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് ഫിക്സിംഗ് ഏജന്റ് ആണ്. ഇനി നൈഗ്രോസിനും ഇൻഥനിക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് നെഗറ്റീവ് സ്റ്റെയിൻസ്. ഓക്കെ, അപ്പൊ ഫിക്സിംഗ് ഏജന്റ് ആണ് ഫോർമാൽഡിഹൈഡ്, മെത്തനോൾ, എത്തനോൾ, പിക്രിക് ആസിഡ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സ്റ്റെയിൻസിൽ വരുന്നതാണ് നൈഗ്രോസിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഇങ്കും എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റെയിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഗിവ് അപ്പ് ഹൈഡ്രജൻ അയൺസ് ആൻഡ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്. പിന്നെ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? ബാക്ടീരിയ സർഫേസ് ഓഫ് ദ ബാക്ടീരിയൽ സെൽ ഇസ് നെഗറ്റീവ്ലി ചാർജ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദർ ഇസ് നോ റിയാക്ഷൻ അല്ലെ ബിറ്റ്വീൻ ദി സ്റ്റെയിൻ ആൻഡ് ദി സ്പെസിമെൻ. ഇതിനാണ് നമ്മൾ നെഗറ്റീവ് സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യൻ ഇങ്കും നൈഗ്രോസിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റെയിൻസിന് എക്സാമ്പിൾ ആണ്. ഫോർമാൽഡിഹൈഡ്, മെത്തനോൾ, എത്തനോൾ, പിക്രിക് ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് used as fixing agents. Okay, next question, flax. ഇത് വീണ്ടും എക്കണോമിക് ബോട്ടണി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലാക്സ് is obtained from dash. ഫ്ലാക്സ് ഫൈബർ ഇല്ലേ, അത് ഏത് പ്ലാന്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? Is it from Corchorus, Cannabis, Linum, Crotalaria? Which is the right answer? Okay, അതായത് ഫ്ലാക്സ് ഫൈബർ നമുക്ക് ലഭിക്കുന്നത് it is from Linum. Okay, Linum. Okay, Corchorus ക്യാപ്സുലാരിസ് എന്ന് പറയുന്നത് ഏത് പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം ആണ്? ജൂട്ടിന്റെ സയന്റിഫിക് നെയിം ആണ് കോർക്കോറസ് ക്യാപ്സുലാരിസ്. ഓക്കെ, കനാബിസ് എന്ന് പറയുന്നത് ഹെംബ് ഫൈബർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഹെംബ് ഫൈബർ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദി പ്ലാന്റ് നെയിംഡ് കനാബിസ് സറ്റൈവ. ഓക്കെ, സൺ ഹെംബ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ സൺ ഹെംബ് ഫൈബേഴ്സ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ക്രോട്ടലേറിയ ജങ്കിയ. ഓക്കെ, ഇപ്പൊ ഫ്ലാക്സ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ലിനം. ഓക്കെ, jute it is obtained from Corchorus capsularis. Hemp fiber it is obtained from the plant named Cannabis sativa. Sun hemp from Crotalaria junkia. Next question, match the following and choose the correct combinations from the options given below. വീണ്ടും റീപ്രൊഡക്റ്റീവ് ബോട്ടണി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോമിക്സിസ്, പാർത്തനോകാർപ്പി, സ്യൂഡോഗമി, അഡ്വെന്റീവ് എംബ്രിയോണി. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ് ബനാന, സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, എംബ്രിയോ ഫ്രം ന്യൂസെല്ലസ്. ഫോർത്ത് വൺ പോളിനേഷൻ ബട്ട് നോ ഫെർട്ടിലൈസേഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് കോൾഡ് അപ്പോമിക്സിസ് അല്ലെ. അപ്പോമിക്സിസ് എന്ന് പറയുന്ന ടേം ഇറ്റ് വാസ് കോയിൻഡ് ബൈ വിങ്ക്ലർ അല്ലെ. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിനാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്? സീഡ്ലെസ് ഫ്രൂട്ട്സ് അല്ലെ, അതിനെയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ബനാന. ക്ലിയർ. ഇനി സ്യൂഡോഗമി. സ്യൂഡോ മീൻസ് ഫോൾസ് ആണ്, ഗമി. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ പോളിനേഷൻ ബട്ട് നോ ഫെർട്ടിലൈസേഷൻ. അതായത് പോളിനേഷൻ നടക്കും, ഫെർട്ടിലൈസേഷൻ നടക്കാത്തതിനെ നമ്മൾ സ്യൂഡോഗമി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ അഡ്വെന്റീവ് എംബ്രിയോണി. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താണ്? സ്പോറോഫൈറ്റിക് അപ്പോമിക്സിൽ നമ്മൾ പറഞ്ഞില്ലേ, അഡ്വെന്റീവ് എംബ്രിയോണി എന്ന് പറഞ്ഞാൽ എന്താണ്? എംബ്രിയോ ഇഫ് ഇറ്റ് ഇസ് ഡെവലപ്ഡ് ഫ്രം ന്യൂസെല്ലസ് ഓർ ഇന്റഗ്മെന്റ് ഇറ്റ് ഇസ് ടേംഡ് ആസ് അഡ്വെന്റീവ് എംബ്രിയോണി. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ABCD ഏതാണ്? വിച്ച് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ C is the correct answer. Okay, apomixis means seeds without fertilization. Banana is an example for parthenocarpic fruit. Pseudogamy means pollination takes place but no fertilization. Adventive embryony means development of embryo from nucellus or integuments is termed as adventive embryony. Is it clear? Next question. Who described the NPC system of pollen classification? Okay. NPC system എന്താണ്? It is the artificial system of classification of pollen and spores അല്ലെ. അതിനെയാണ് നമ്മൾ NPC system എന്ന് പറയുന്നത്. ഇത് ഏതാണ് കറക്റ്റ് ആൻസർ? Is it black man, dull man, earth man, still man? The right answer is option C. Okay, option C ആണ് കറക്റ്റ് ആൻസർ. NPC എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് പോളൻ ക്ലാസിഫിക്കേഷൻ ആണ്, based on the aperture. Okay, NPC. N means number of apertures. ഒരു പോളൻ ഗ്രെയിനിൽ അല്ലെ പോളനില് എത്ര അപ്പേർച്ചേഴ്സ് ഉണ്ട്, പൊസിഷൻ ഓഫ് അപ്പേർച്ചറിനാണ് P എന്ന് പറയുന്നത്. C മീൻസ് ക്യാരക്ടർ ഓഫ് അപ്പേർച്ചർ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്പർ ഓഫ് അപ്പേർച്ചർ 1 ആണെന്ന് വിചാരിക്കും. ഒരു പൊളനില് ഒരു അപ്പേർച്ചർ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. അതിനെ നമ്മൾ മൊണോട്രിയം എന്നൊക്കെ പറയാം. ഓക്കെ, അതിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇപ്പൊ 2 അപ്പേർച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡൈട്രിയം എന്ന് വിളിക്കും. അതാണ് നമ്പർ ഓഫ് അപ്പേർച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പൊസിഷൻ ഓഫ് പോളൻ അപ്പേർച്ചർ. അതായത് അപ്പേർച്ചറിന്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്? പ്രോക്സിമൽ, ഡിസ്റ്റൽ അപ്പേർച്ചർ ഇല്ലേ, ക്യൂട്ടോറിയൽ അപ്പേർച്ചർ. അപ്പൊ അതിനാണ് പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെദർ ഇറ്റ് ഇസ് കോൾപേറ്റ് ആണോ, പോറസ് ആണോ, ഏത് ടൈപ്പ് ആണ്, അതാണ് അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. Hope it is clear. So NPC is a system of classification. It was described by Earthman. NPC is an artificial system of classification of pollen and spore based on the 3 features of aperture, which includes number of aperture, position of aperture, and character of aperture. Okay, next question. The characteristic type of inflorescence of the genus Arizema. Arizema എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ ജീനസ് നെയിം ആണ്. ഓക്കെ, അതിൽ കാണുന്ന ഇൻഫ്ലോറസൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പാരിസീമ പ്ലാന്റ് ഏത് ഫാമിലിയിൽ വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാലും മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ഇസ് ഇറ്റ് ക്യാപിറ്റുലം, സ്പാഡിക്സ് ആണോ, സയാത്തി ആണോ, കൊറിമ്പാണോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഞാൻ ആ പ്ലാന്റിന്റെ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇതാ നോക്കൂ, ഇനി നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ദ ആൻസർ ഇസ് സ്പാഡിക്സ് അല്ലേ. സ്പാഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ സ്പാഡിക്സ്? ഇങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലത്തെ സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ് കാണുന്ന ഏത് ഫാമിലിയാണെന്ന് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും. ഏതാണ്? അരേസിയ ഫാമിലി അല്ലെ. കൊളക്കേഷ്യയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പാഡിക്സ് ഇൻഫ്ലോറസൻസ് ആണ്. സ്പാഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പൈക്ക് ഓഫ് മൈന്യൂട്ട് ഫ്ലവേഴ്സ് ക്ലോസ്ലി അറേഞ്ച്ഡ് റൗണ്ട് എ ഫ്ലഷി ആക്സിസ് ഇല്ലേ. ആ സെൻട്രലിൽ ഒരു ഫ്ലഷി ആക്സിസ് ഉണ്ടാവും. ഈ ആക്സിസിൽ നമുക്ക് കുറെ സ്പൈക്ക് ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. സ്പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെസൈൽ ആയിട്ടുള്ള കുറെ ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതിനെ കവർ ചെയ്തിട്ട് ഇരിക്കുന്ന എന്താണ്? അതിന്റെ ഷീത്തില്ലേ, അതിനെയാണ് നമ്മൾ സ്പെയ്ത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആക്ച്വലി അതെന്താണ്? ആക്ച്വലി അത് ബ്രാക്റ്റ് ആണ്. ഓക്കെ, സോ എ സ്പൈക്ക് ഓഫ് മൈന്യൂട്ട് ഫ്ലവേഴ്സ് ക്ലോസ്ലി അറേഞ്ച്ഡ് റൗണ്ട് എ ഫ്ലഷി ആക്സിസ് ആൻഡ് എൻക്ലോസ്ഡ് ഇൻ എ സ്പെയ്ത്ത് ഇസ് ടേംഡ് ആസ് സ്പാഡിക്സ് അല്ലേ. സെൻട്രലിൽ കാണുന്ന ഫ്ലഷി ആക്സിസിലായിരിക്കും എന്ത് കാണാൻ സാധിക്കുക? സ്പൈക്ക് കാണാൻ സാധിക്കുക. അതിന് ചുറ്റും എന്തുണ്ട്? അതിന് ചുറ്റും നമുക്ക് സ്പേത്ത് കാണാൻ സാധിക്കും. സ്പേത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് ദി ഷീത്തിങ് ബ്രാക്റ്റ് അല്ലെ, വിച്ച് എൻക്ലോസസ് ദ ഫ്ലവർ. അതിനെയാണ് നമ്മൾ സ്പേത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അരിസീമിയ എന്ന് പറയുന്ന ജീനസില് കാണുന്ന
ഇൻഫ്ലോറസൻസ് ഏതാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഇസ് സ്പാഡിക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ഫ്രം എത്തനോബോട്ടണി കേട്ടോ. ദ മോസ്റ്റ് പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഫൗണ്ട് ഇൻ കേരള ഇസ് ഡാഷ്. കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ് ഏതാണെന്ന്. ഫസ്റ്റ് വൺ ചോള നായ്ക്കൻസ്, കുറുംബാസ്, കാട്ടു നായ്ക്കൻസ്, ഖഡാർസ്. ഏതാണ്? ഇതിന്റെ റൈറ്റ് ആൻസർ ഇസ് ചോള നായ്ക്കൻസ്. ഓക്കെ, ചോള നായ്ക്കൻസ് ആണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ് ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ കേരള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡ്രഗ് റിസർപൈൻ ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡാഷ്. ഇത് എക്കണോമിക് ബോട്ടണി എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മെഡിസിനൽ പ്ലാന്റ്സ് പഠിക്കാനുണ്ട്. 3 പ്ലാന്റ്സ് ആണ് നിങ്ങളുടെ സെറ്റ് ബോട്ടണി സിലബസിൽ ഉള്ളത്. ഒന്ന് നീം, ഒന്ന് ഒസീമം ആൻഡ് തേർഡ് വൺ ഇസ് റവോൾഫിയ. ഓക്കെ, ക്വസ്റ്റ്യൻ ദ ഡ്രഗ് റിസർപൈൻ. റിസർപൈൻ എന്ന് പറയുന്ന ഡ്രഗ് ഏത് പ്ലാന്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം റവോൾഫിയ സെർപെന്റീന. സർപ്പഗന്ധി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇന്ത്യൻ സ്നേക്ക് റൂട്ട് പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നത് റവോൾഫിയ സെർപെന്റീനയാണ്. റവോൾഫിയയിൽ നിന്ന് ലഭിക്കുന്ന ഡ്രഗിന്റെ പേരാണ് റിസർപൈൻ. ഈ ഡ്രഗ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയാണ് റിസർപൈൻ എന്ന് പറയുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so the right answer is Ravolfia serpentina, belongs to the family Apocynaceae. Okay, യൂസ്ഫുൾ പാർട്ട് ഏതാണ്? ഈ റിസർപൈൻ എന്ന് പറയുന്ന ഡ്രഗ് ഇറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ റൂട്ട്സ് ഓഫ് റവോൾഫിയ സെർപെന്റീന. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ഹിസ്റ്റോളജി ഓർ അനാറ്റമിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേംപിയൽ റിംഗ് ആൻഡ് റേഡിയലി അറേഞ്ച്ഡ് വാസ്കുലർ ടിഷ്യൂ വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് സൈലം ഗ്രൂപ്പ്സ് ആർ കോമൺ ഇൻ ഡാഷ്, whereas large number of radially arranged xylem groups without a cambial ring is characteristic feature of dash. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുറെ എണ്ണം നമുക്ക് അപ്പൊ തന്നെ റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. റേഡിയലി അറേഞ്ച്ഡ് വാസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നുണ്ട്. റേഡിയൽ അറേഞ്ച്മെന്റ് എന്തിലാണ് കാണുന്നത്? റൂട്ട്സിലാണ്. ഇപ്പൊ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിയാൽ ഡൈക്കോട്ട് സ്റ്റെം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ റൂട്ട് ആണെന്ന് മനസ്സിലാക്കുക. കേംപിയൽ റിംഗ് ആൻഡ് റേഡിയലി അറേഞ്ച് വാസ്കുലർ ടിഷ്യൂ വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് സൈലം ഗ്രൂപ്പ്സ്. അപ്പൊ നമുക്കറിയാം മൊണോകോട്ട് റൂട്ടില് സെക്കൻഡറി തിക്നെസ് സംഭവിക്കുന്നില്ല. അപ്പൊ ഡൈക്കോട്ട് റൂട്ടിലാണ് അത് സംഭവിക്കുന്നത്. റൈറ്റ് ആൻസർ ഇസ് ഡൈക്കോട്ട് റൂട്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് സെക്കൻഡറി തിക്നിങ്. Whereas large number of radially arranged xylem groups without a cambial ring is characteristic feature of dash. Okay, so റേഡിയൽ അറേഞ്ച്മെന്റിൽ നമുക്ക് സൈലം ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. അതിൽ കേംപിയൽ റിംഗ് ആബ്സെന്റ് ആണെന്ന്. അത് ഏതിന്റെ ഫീച്ചർ ആണത്? മോണോകോട്ട് റൂട്ടിന്റെ ഫീച്ചർ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, റൂട്ടിന്റെ പ്രത്യേകത എന്താണ്? സൈലം ടിഷ്യൂ ഓൾട്ടർനേറ്റ്സ് വിത്ത് ഫ്ലോയിൻ ടിഷ്യൂ. അതിനല്ലേ നമ്മൾ റേഡിയൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. റൂട്ടിന്റെ മാത്രം പ്രത്യേകതയാണ്. ഡൈക്കോട്ട് റൂട്ടിലാണ് സെക്കൻഡറി തിക്നിങ് നടക്കുന്നത്. ക്ലിയർ? സെക്കൻഡറി തിക്നിങ് ഇറ്റ്സ് ആബ്സെന്റ് ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട് റൂട്ട്. അതുകൊണ്ട് തന്നെ കേംപിയൽ റിംഗ് ഫോം ചെയ്യില്ല. So the right answer is option C. Okay. Next question. A specimen selected from the original material to serve as a nomenclatural type when no holotype was designated at the time of publication or as long as it is missing is called dash. Isotype, paratype, syntype, lectotype. ടൈപ്പിഫിക്കേഷൻ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരെണ്ണം ഉണ്ടാവും എന്തായാലും. ഐസോടൈപ്പ് ആണോ, പാരാടൈപ്പ് ആണോ, സിൻ ടൈപ്പ് ആണോ, ലെക്ടോടൈപ്പ് ആണോ? എന്താണ് കറക്റ്റ് ആൻസർ? അറിയോ? എന്താണ് വിച്ച് വൺ ഇസ് ദ റൈറ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഇവിടെ ലെക്ടോടൈപ്പ് ആണ്. ഇനി എന്താണ് ഹോളോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഓതർ ഒരു ഫീൽഡിൽ പോയപ്പോൾ ഒരു പുതിയതായിട്ടൊരു സ്പീഷീസിനെ കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്നെ ഡിസ്ക്രൈബ് ചെയ്യും ഇല്ലേ? അതൊരു ഹെർബേറി ആയിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓതർ ആ ഫീൽഡിൽ നിന്ന് ഒരു പ്ലാന്റ് ആയിരിക്കില്ല, ആ സെയിം സ്പീഷീസിന്റെ ഒരു പ്ലാന്റ് ആയിരിക്കില്ലല്ലോ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. കുറെ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരെണ്ണം അദ്ദേഹം അതിന്റെ ടൈപ്പ് സ്പെസിമെൻ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഡെസിഗ്നേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ഈ ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെയാണ് നമ്മൾ ഐസോടൈപ്പ് എന്ന് പറയുന്നത്. Is it clear? So an isotype is any duplicate of the holotype. It is always a specimen. So an isotype always comes from the same locality and collection as the holotype. അതായത് ഒരു ഓതർ ഒരു ഫീൽഡിൽ പോയപ്പോൾ ഒരു പ്ലാന്റ് കളക്ട് ചെയ്തു.
ഓക്കെ, അതിന്റെ ഹെർബേറിയം പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കുക, അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ കളക്ട് ചെയ്ത അതേ സ്പീഷീസിന്റെ പല പ്ലാന്റ്സ് ഇല്ലേ, അതാണ് അതിന്റെ ഐസോടൈപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദിസ് ഹോളോടൈപ്പ്. ക്ലിയർ? ഇനി എന്താണ് പാരാടൈപ്പ് എന്ന് പറയുന്നത്? Paratype is a specimen other than the holotype or an isotype available with the author at the time of describing a new species. അതായത് ഓതർ ഒരു പ്ലാന്റ്, ഒരു ഫീൽഡിൽ പോയപ്പോൾ ഒരു പ്ലാന്റ് കളക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ആ കളക്ട് ചെയ്ത സമയത്ത് ആ പർട്ടിക്കുലർ സ്പീഷീസിന്റെ വെജിറ്റേറ്റീവ് പാർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അതായത് അതിന്റെ സ്റ്റെമ്മും റൂട്ടും ലീഫും ആണ് അദ്ദേഹം കളക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അദ്ദേഹം അത് ഹോളോ ടൈപ്പ് എന്ന് മെൻഷൻ ചെയ്തു. ഓക്കെ, ഇനി കുറച്ച് നാൾക്ക് ശേഷം, അതായത് ഒരു 5 or 6 months കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ഫീൽഡിൽ പോയിട്ട് ആ പ്ലാന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ടും ഫ്ലവേഴ്സ് ഒക്കെ ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? കുറെ ഫീച്ചേഴ്സ് ഉള്ള ആ പർട്ടിക്കുലർ സ്പീഷീസിനെ അദ്ദേഹം അത് ഹോളോ ടൈപ്പ് ആയിട്ട് വെക്കും. ഓക്കെ, ഓൾറെഡി ഹോളോ ടൈപ്പ് ആയിട്ട് എടുത്തതിനെ എന്തായിട്ട് മാറ്റും? പാരാടൈപ്പ് ആയിട്ട് മാറ്റും. Is it clear? Next one is syntype. A syntype is one of the 2 or more specimen by an author when no holotype is designated. In other words, it is any one of the 2 or more specimens originally designated as type. പറഞ്ഞ എന്താണ്? ഹോളോടൈപ്പ് ഡെസിഗ്നേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഓതർ മറന്നുപോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അതിനെ അപ്പോൾ നമ്മൾ എന്തിനു പറയും? അതിനെ syntype എന്ന് പറയുന്നത്. Syntype is one of the 2 or more specimens by an author when no holotype is designated. In other words, it is any one of the 2 or more specimens originally designated as type. ഇനി lectotype എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by lectotype? A lectotype is a specimen or any other element selected from the original material, right? If no holotype was indicated at the time of publication or as long as it is missing. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഹോളോടൈപ്പ് നശിഞ്ഞു പോവുകയോ ഹോളോടൈപ്പിന് ഡെസിഗ്നേഷൻ കൊടുത്തിട്ടില്ലെങ്കിലോ നമ്മൾ, അതായത് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഐസോടൈപ്പ്, പാരാടൈപ്പ്, സിൻടൈപ്പ് എന്ന് പറയുന്നത്. ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത് വേറെ ഓർഡർ കൊടുക്കുന്ന സ്പെസിമെൻ ടൈപ്പ് ആണ് ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത്. So the question എന്തായിരുന്നു? A specimen selected from the original material to serve as a nomenclature type when no holotype was designated at the time of publication or as long as it is missing. So the correct answer എന്താണ്? lectotype ആണ്. Okay, lectotype. Next question. Monosporic type of embryo sac development is found in dash. ഓക്കെ, എംബ്രിയോ സാക് ഡെവലപ്മെന്റ് പഠിക്കാൻ നേരത്ത് റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ നിങ്ങൾ 3 ടൈപ്സ് പഠിക്കുന്നുണ്ട്. മൊണോസ്പോറിക്, ബൈസ്പോറിക്, ടെട്രാസ്പോറിക്. ഓക്കെ, മൊണോസ്പോറിക് ടൈപ്പിൽ വരുന്നതാണ് പോളിഗോണും ഈനോതെറ ടൈപ്പും. ഓക്കെ, ബൈസ്പോറിക്കിൽ വരുന്നതാണ് എലിയോണും ആലിയം എൻറ്റിമയോൺ ടൈപ്പ്. ടെട്രാസ്പോറിക്കിലും അതുപോലെ അഡോക്സ, പ്ലംപാഗോ, പ്ലംബാജില്ല, പെനിയ, ഡ്രൂസ, ഫ്രിട്ടിലേറിയ ടൈപ്പ് ഒക്കെ വരുന്നത് ടെട്രാസ്പോറിക് ഡെവലപ്മെന്റിലാണ്. ചോദ്യം എന്താണ്? മോണോസ്പോറിക് ടൈപ്പ് ഓഫ് എംബ്രിയോ സാക് ഡെവലപ്മെന്റ് ഇറ്റ്സ് ഫൗണ്ട് ഇൻ പോളിഗോണം ടൈപ്പ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മോണോസ്പോറിക് ടൈപ്പിന് എക്സാമ്പിൾ ആണ് പോളിഗോണം ടൈപ്പും ഇനോതെറ ടൈപ്പും വരും. ഇതിൽ പോളിഗോണാണ് മെയിൻ ടൈപ്പ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഗാസ്പോർ മദർ സെല്ല്, ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലില് മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 മെഗാസ്പോർസ് ഫോം ചെയ്യും. ഈ 4 മെഗാസ്പോർസില് 3 എണ്ണം ഡീജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നശിഞ്ഞു പോകും. അപ്പോൾ ഒരു ഫങ്ഷണൽ മെഗാസ്പോറേ ഉണ്ടാവുള്ളൂ. അത് ചലാസൽ റീജിയന്റെ അടുത്ത് കാണുന്ന മെഗാസ്പോർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ചലാസൽ ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് വിളിക്കുന്നത്. ഈ ചലാസൽ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ് ലേറ്റർ ഒരു മെച്യൂർ എംബ്രിയോസാക് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പോളിഗോണം ടൈപ്പ് ഓഫ് എംബ്രിയോസാക് എന്ന് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് തന്നിരിക്കുന്ന ഫിഗറിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന മെഗാസ്പോർ മദർ സെല്ലാണ്. മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ട് 4 ഹപ്ലോയിഡ് മെഗാസ്പോർസ് ഫോം ചെയ്തു. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്ന നോക്കൂ. അതിൽ ഒരെണ്ണം മാത്രം ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാകും. അതില് സക്സസീവ് ആയിട്ട് 3 ന്യൂക്ലിയർ ഡിവിഷൻ അഥവാ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ കഴിയാൻ നേരത്ത് ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് ഫോം ചെയ്തു. സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ കഴിയാൻ നേരത്ത് ഒരു സെല്ലിനകത്ത് 4 ന്യൂക്ലിയസ് ഫോം ചെയ്തു. ഓക്കെ, തേർഡ് മൈറ്റോട്ടിക് ഡിവിഷൻ കഴിയാൻ നേരത്ത് ഒരു സെല്ലിനകത്ത് 8 ഹപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോം ചെയ്തു. ഇതിൽ നിന്നാണ് ലേറ്റർ മെച്യൂർ ആയിട്ടുള്ള ഒരു എംബ്രിയോസാക് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ മെച്യൂർ എംബ്രിയോസാക്കിന്റെ ഫിഗർ ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതെല്ലാവരും നോക്കിക്കേ.
ഞാൻ പറഞ്ഞു ഒരു ഒവ്യൂളിന് മൈക്രോപൈലർ എൻഡും ഉണ്ട്, ചലാസൽ എൻഡും ഉണ്ട്. റൈറ്റ്. ഇതില് മൈക്രോപൈലർ എൻഡിന്റെ അവിടെയാണ് നമുക്ക് 3 സെൽഡ് എഗ് അപ്പാരറ്റസ് കാണാൻ സാധിക്കുക. ചലാസിലെന്റിന്റെ അവിടെയാണ്. ചലാസിലെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒവ്യൂളിന്റെ ബേസൽ റീജിയനെ നമ്മൾ ചലാസിലെന്റ് എന്ന് പറയുന്നത്. ചലാസിലെന്റിന്റെ അവിടെയാണ് നമുക്ക് 3 ആന്റിപോഡൽ സെൽസ് കാണാൻ സാധിക്കുക. ഇനി സെൻട്രൽ സെല്ലിന്റെ അവിടെ എന്ത് കാണാൻ സാധിക്കും? 2 പോളാർ ന്യൂക്ലിയയും കാണാൻ സാധിക്കും. ഓക്കെ. ഇപ്പൊ ഒരു മെച്ചോർ എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് എത്ര ന്യൂക്ലിയസ് ഉണ്ടാവും? ടോട്ടൽ 8 ന്യൂക്ലിയസ് ഉണ്ടാവും ഇല്ലേ? 3 സെൽഡ് എഗ് അപ്പാരറ്റസിലെ ഒരു എഗ് സെല്ലും 2 സിനർജിഡ്സും. ഓക്കെ. ഈ ചലാസിലെന്റിലെ 3 ആന്റിപോഡൽ സെൽസ്, അപ്പോൾ ടോട്ടൽ 6 ആയി. ഓക്കെ. ഈ സെൻട്രലിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? 2 പോളാർ ന്യൂക്ലിയർ കാണാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഒരു മെച്ചൂർ എംബ്രിയോ സാക്കില് 8 ന്യൂക്ലിയസ്, 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാവും. ക്ലിയർ? ഇനി എത്ര സെൽസ് ഉണ്ടാവും? ഇറ്റ് ഈസ് 7 സെൽഡ്. 7 സെല്ലാണുള്ളത്. 3 3 സെൽഡ് എഗ് അപ്പാരറ്റസ്, 3 സെൽഡ് ആന്റിപോഡൽ സെൽസ് ഉണ്ടാവും, പിന്നെ ഒരു സെൻട്രൽ സെൽ വിത്ത് 2 പോളാർ ന്യൂക്ലിയർ. അങ്ങനെ ഒരു മെച്ചൂർ എംബ്രിയോ സാക്കില് ടോട്ടലായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ടോട്ടലായിട്ട് നമുക്ക് ഒരു 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ കാണാൻ സാധിക്കും. ഓക്കെ. അപ്പൊ പോളിഗോണം ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. മോണോസ്പോറിക് ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്കിൽ വരുന്നതാണ് പോളിഗോണം ടൈപ്പ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. മനസ്സിലായോ? അപ്പോൾ മെഗാസ്പോറോജനസിസ് കഴിയാൻ നേരത്ത് ഒരു 4 മെഗാസ്പോസ് ഫോം ചെയ്യും. അതിൽ 3 ഡീജനറേറ്റ് ചെയ്യുന്നു, ഒരെണ്ണം മാത്രമേ ഫങ്ഷണൽ ഉണ്ടാവുള്ളൂ. ആ ഫങ്ഷണൽ മെഗാസ്പോറില് സക്സസീവ് ആയിട്ട് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. അങ്ങനെ ഡിവിഷൻ കഴിയാൻ നേരത്ത് ഒരു മെച്ചൂർ എംബ്രിയോ സാക്ക് ഫോം ചെയ്യും. ഈ മെച്ചൂർ എംബ്രിയോ സാക്കില് 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാവും, 7 സെൽഡ് കണ്ടീഷനും ആയിരിക്കും. ഓക്കെ. ഇനി ഈ മെഗാസ്പോർ എന്ന് പറയുന്നത് ചലാസിലെന്റിൽ കാണുന്ന മെഗാസ്പോർ ആണ് ഫങ്ഷൻ എങ്കിൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ സാക്കിനെ നമ്മൾ വിളിക്കുന്നത് പോളിഗോണം ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് എന്നാണ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ യൂണിറ്റ് 2-ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഏരിയസ് ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. എല്ലാവരും കൂടുതൽ ഇമ്പോർട്ടൻസ് മോർഫോളജി, ടാക്സണമി ഓഫ് ആൻജിയോസ്പേംസിന് കൊടുക്കുക. അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ എക്കണോമിക് ബോട്ടണിയിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണാറുണ്ട്. ഓക്കെ. സോ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. താങ്ക് യു എവ്രി വൺ. താങ്ക് യു.